ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും ജിയോ സാവൻ, പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം മുതലായ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാം. പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ മുതലായവയിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനുകളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ തൽക്കാലം അവിടെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ എന്തെങ്കിലും എപ്പിസോഡ് വരികയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്സോ ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇടാറുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിന്റെ ഡോട്ട് സെക്ഷൻ്റെ അകത്ത് ഇമെയിൽ ഐ ഡി കാണാൻ സാധ്യതകളുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിലൂടെ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. ഇപ്പൊ സ്പോട്ടിഫൈയിൽ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി കമന്റ് ചെയ്യാം എപ്പിസോഡിന്. നേരത്തെ ഫീഡ്ബാക്ക് തരാമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ആക്ച്വലി അതൊരു കമന്റ് സെക്ഷൻ പോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന കമന്റിന് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ സ്പോട്ടിഫൈ ഇപ്പൊ അതിലുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. അപ്പൊ ഞാൻ ഏതോ ഒരു എപ്പിസോഡിന്റെ അകത്ത് ഞാനത് പറയുകയും ചെയ്തു. സ്പോട്ടിഫൈയിൽ ആ ഒരു ഓപ്ഷനും കൂടെ കൊണ്ടുവരണം, കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അവരത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യാം. അല്ലെങ്കിൽ as usual യൂട്യൂബിലെ വീഡിയോ കാണുന്നവർക്ക് താഴെ കമന്റ് സെക്ഷനിൽ ഇടാം. സ്പോട്ടിഫൈയിലും ആ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പം പിന്നെ ഇപ്പം വീഡിയോ പോഡ്കാസ്റ്റുകളും അവിടെ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പം റീസെന്റ് ഞങ്ങൾ മനോരഥങ്ങളുടെ എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാനതിൽ വീഡിയോ ഫോർമാറ്റിലെ തന്നെ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കേക്ക് മാത്രമല്ല കണ്ടുകൊണ്ടും കാണാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന് കിട്ടുന്ന റിസപ്ഷൻ അനുസരിച്ച് ആ ഫോർമാറ്റിൽ തന്നെ ഇടണം. അതോ യൂഷ്വലി ഓഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഇട്ടാൽ മതിയോ? കാര്യം വീഡിയോ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ താമസിക്കാറുണ്ട്. ബട്ട് അതുകൊണ്ട് ഞങ്ങൾ സ്പോട്ടിഫൈ ഞങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു മെമ്പേഴ്സ് ഉള്ളി പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നാൾ. ഓഡിയോ ഫയല് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ. അപ്പൊ ഫസ്റ്റ് സ്പോട്ടിഫൈയിലാണ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് മനോരഥങ്ങൾ ഞാൻ ഒരേ സമയം സ്പോട്ടിഫൈയിലും യൂട്യൂബിലും സെയിം ടൈം അപ്ലോഡ് ചെയ്തു. എനിവേസ്, യൂട്യൂബിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാര്യം ഞാൻ കഴിഞ്ഞ മനോരഥങ്ങളുടെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഒരാളും കൂടെ ഉണ്ടായിരുന്നുള്ള ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഇപ്പോൾ നമുക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വലിയ വലിയ ചാനലുകളെ വെച്ച് നോക്കുമ്പോൾ 100 എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ സംഖ്യയാണ്. ഞങ്ങളുടെ യൂട്യൂബിലുള്ള എപ്പിസോഡുകളുടെ വ്യൂസ് നോക്കിയാലും 100ന് മുകളിലുണ്ട് പല വീഡിയോയ്ക്ക്. അപ്പൊ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നത്. അപ്പൊ നിങ്ങളോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നമ്മുടെ ഒരു എന്താ പറയുന്ന ഞങ്ങൾക്കൊരു ഊർജം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെടണോ, എന്തിനു ഇവന്മാര് എപ്പോഴെപ്പോഴും ചോദിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന ആളാണ്. പക്ഷെ നമ്മൾ ഒരെണ്ണം ചെയ്തു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ചങ്ങാതിമാരെ എന്ന് പറയാതെ നിർവാഹമില്ല. മെമ്പർഷിപ്പിന്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. കാര്യം മെമ്പർഷിപ്പ് പൈസ കൊടുത്തുള്ള പരിപാടിയാണ്. ബട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ചുമ്മാ ഒരു ബട്ടൺ ഇങ്ങനെ അമർത്തിയാൽ മതി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എടാ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിങ്ങനെ എപ്പോഴും എപ്പോഴും വന്ന് കിടക്കും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അതിനിപ്പോ എന്തോ, നീ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കിയാലേ ഉള്ളൂ നിന്നെ ഞങ്ങൾ ശല്യം ചെയ്യും. ഇല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കിടക്കുമെന്നല്ലാണ്ട്. പിന്നെ യൂട്യൂബ് അതിന്റെ അൽഗോരിതത്തിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മുടെ കണ്ടന്റ് ഫ്രണ്ടിൽ കൊണ്ടിടുവോ ബാക്കിൽ കൊണ്ടിടുവോ ഒക്കെ ചെയ്തോളൂ. അതുകൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല എന്നവനെ കൺവിൻസ് ചെയ്യണം. കൂട്ടുകാരൻ തന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ഇത് നമ്മളത് അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറയുന്നത് എങ്ങനെ ഉണ്ടായിരിക്കും? അതൊക്കെയാണ് യൂട്യൂബർ ലോകത്ത്
ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. മേ ബി ഞങ്ങളുടെ ഒരു ഫേസ് റിവീലൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, ലോങ് ഫോർമാറ്റ് കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എന്താ പറയുന്നത് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ ഉള്ള വീഡിയോ ആയിട്ട് വന്നിട്ടും നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എനിക്കതിന് നിങ്ങളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നന്ദി രേഖപ്പെടുത്താനുണ്ട്. അപ്പം വളരെയധികം പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. എന്താണെങ്കിലും ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. നമ്മുടെ തിയറി ടൈം സീരീസിലെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കൽക്കിയുടെ ഒരെണ്ണം ചെയ്തായിരുന്നു. പക്ഷെ അത് കൽക്കി സിനിമ ഇറങ്ങുന്നതിന് 4 ദിവസം മുമ്പാണ് അത് കൊണ്ടിട്ടത്. എന്റെ എക്സ്പെക്ടേഷൻസും തിയറിയൊക്കെ പറഞ്ഞുകൊണ്ട് സെയിം പരിപാടി തന്നെയാണ് ഇതിലും. ഇതൊരു ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോനേക്കാളും കൂടുതൽ ഗോട്ടിലുള്ള എന്റെ പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻസ്, പിന്നെ കുറച്ച് തിയറികൾ, മറ്റുള്ളവരുണ്ടാക്കിയ തിയറിയിലെ ചില കോമഡികൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വെറുതെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും നിങ്ങളിത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ബ്രേക്ക് ഡൗണുകളും കണ്ടു കാണുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം കൂട്ടത്തിൽ ഇത് ഇരിക്കട്ടെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മുഴുവൻ ഇരുന്ന് കാണാം. അപ്പൊ ഇത്തവണ എന്റെ തിയറി വീഡിയോയിലേക്ക് നമ്മൾ ഗോട്ടിനെ കൊണ്ടുവരികയാണ്. ഗോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിയോ സിനിമയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗണുകളും മറ്റേതും മറിച്ചതും തിയറികളും അങ്ങനത്തെ ഒരുപാട് ഫോളോ ചെയ്തിരുന്നൊരു ആളാണ്. കാര്യം അത്ര ഹൈപ്പും അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. LCU എന്നുള്ള ഫാക്ടർ, ലോകേഷ് മാസ്റ്ററിന് ശേഷം വരുന്നു, ഇത്തവണ 100% എന്റെ പടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രയും പ്രതീക്ഷകളുണ്ട്. നമ്മൾ പല പല തിയറികൾ കേൾക്കുന്നു. ഓരോരുത്തർ ഈ എന്താ പറയുന്നത് മൂത്ത പത്രികയാളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമിഴിലെ കുറെ ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നു VFX-ൽ സിംഗം വരും, എന്താ പറയുന്നത് ഒരു ഒരു ഒറിജിനൽ സിംഹത്തിന്റെ കൂടെയൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ പടം ഓൾറെഡി കംപ്ലീറ്റ് ആയി, സെക്കൻഡ് പാർട്ടിന്റെ കുറച്ച് സീനും എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ പറയും. ഈ ചെക്കിലാട്ടുന്ന സുത്തമാണ് ഉരുട്ട് എന്ന് പറയുന്ന പോലെ ആയിരുന്നു പലതിന്റെ കാര്യം. അതായത് ഇതേ ടീമുകൾ തന്നെ ജയിലറിനെ കുറിച്ച് ഇതുപോലെ അവരുടെ ഒരു ബ്രേക്ക് ഡൗൺ പോലെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ജയിലിൽ നടക്കുന്ന കഥ. അതായത് രജനീകാന്ത് പഴയ റിട്ടയർഡ് ജയിലറാണ്, അത് കറക്റ്റായി. ശിവരാജ് കുമാർ ജയിലിലെ ഒരു തടവ് പുള്ളിയാണ്. പുള്ളീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ശ്രമിക്കുന്നു, തടയാനായിട്ട് രജനീകാന്തും ശ്രമിക്കുന്നു. അപ്പൊ ശിവരാജ് കുമാർ ഒരു നെഗറ്റീവ് ഇതുപോലെ. മറ്റേ ജാക്കി ഷറോഫിന്റെ ടീം പുള്ളീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഈ ശിവരാജ് കുമാറിനെ കൊല്ലാനായിട്ട് ഒരു ടീമുണ്ട്. അപ്പൊ ഇയാളെ ഈ ജയിലിൽ ചാടാനും സമ്മതിക്കരുത്, എന്നാല് മറ്റേ ടീം ഇയാളെ കൊല്ലാനും നോക്കുന്നുണ്ട്. അപ്പം മോഹൻലാൽ പുള്ളിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് പുള്ളിയുടെ ഹെൽപ്പോടുകൂടെ, പുള്ളി പഴയ ഡോണായിരുന്നു, അപ്പം പുള്ളിയുടെ ഹെൽപ്പോടുകൂടി രജനീകാന്ത് ശ്രമിക്കുന്നതും തുടർന്നുള്ള കഥകൾ. ഇതിന്റെ ഇടയിൽ മോനെ തട്ടിക്കൊണ്ടു പോകുന്നു, അവനെ ഒരു കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ട് അവനെ റാൻസം ചോദിച്ചുകൊണ്ട് ശിവരാജ് കുമാറിനെ ഫ്രീ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഇതിൽ കുറച്ച് എലമെന്റ്സ് ഒക്കെ ശരിയായിട്ട് വന്നു. പക്ഷെ ബാക്കി മുഴുവൻ എന്താ പറയുക, അതായത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ചെറുതായി കേട്ടിട്ട് പിന്നെ ഇവര് തന്നെ ഒരു കഥയങ്ങ് ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ്. സെയിം ഐറ്റം തന്നെ ലിയോയ്ക്കകത്തും സംഭവിച്ചായിരുന്നു. പിന്നെ ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ കഥ ഓൾറെഡി ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അതിന് ആ ഒരു ഇത് വെച്ചിട്ടാണ് മിക്കതും വന്നത്. ഇൻഫാക്ട് ഞാനും എന്റെ ഫ്രണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങള് ഈ അതായത് നമ്മുടെ ചക്രപാണി, ഈ ചാനലിലെ തന്നെ മറ്റൊരു മെമ്പർ, ചക്രവാണിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ഓഫ് വയലൻസ് ഞങ്ങൾ രണ്ടുപേരും കണ്ട. അപ്പം ഇതില് സഞ്ജയ് ദത്തിന്റെ റോളും അർജുന്റെ റോളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ മറ്റേ ഒറിജിനൽ പടത്തിന്റെ അകത്ത് ഒരു ചേട്ടനും ഉണ്ട്, പിന്നെ ഒരു ഇടയ്ക്ക് ഒരു സബ് വില്ലൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങേരുടെ കണ്ണൊക്കെ ഈ ഹീറോ കാരണം ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുന്നത് നശിച്ച് നാമാവിശേഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ അവനാണ് മെയിനായിട്ട് വന്നിട്ട് ഈ വീട്ടുകാരെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത്. ആ റോളായിരിക്കണം അർജുന് കൊടുക്കുക. അതായത് പുള്ളിയുടെ ഒരു വശം കരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു റൂമറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മേ ബി ആ ഒരു രീതിയിൽ അങ്ങനെ വന്നതായിരിക്കാം. എന്നിട്ട് ഈ ചേട്ടന്റെ റോളിന് പകരം ഇവിടെ മേ ബി അപ്പനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം, സഞ്ജയ് ദത്തായിരിക്കും വരുന്നത്. മേ ബി അർജുന് എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വെക്കുമായിരിക്കും, അല്ലെങ്കിൽ തട്ടിക്കളയും. അങ്ങനെയൊക്കെ ഞങ്ങളും കുറെ തിയറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ ഗോട്ടിൽ ഈ വരുമ്പോഴത്തേക്കും ഗോട്ടിന്റെ അകത്ത്
ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ ജയിലറിന്റെ അകത്ത് ഇങ്ങനത്തെ ക്രേസി ആയിട്ടുള്ള തിയറി ഒക്കെ അടിച്ചു വിട്ട ആൾക്കാരുണ്ട്. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഏഹ്, മാനാടിന് ശേഷം ചെയ്യുന്ന പടമായതുകൊണ്ട് തന്നെ ഇതിലൊരു ടൈം ട്രാവൽ എലമെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ടൈം ട്രാവലിന്റെ ഇതനുസരിച്ച് വിജയ് റോയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. മകൻ ആഹ് ഒരു ടെററിസ്റ്റ് ആണ്. അപ്പൊ മകനെ തടയാൻ വേണ്ടിയിട്ട് വിജയ് ടൈം ട്രാവൽ യൂസ് ചെയ്യുന്നു. പാസ്റ്റിൽ പോയിട്ട് മകനെ തടയാൻ ശ്രമിക്കുന്നു. മകൻ ചെയ്തു വെച്ച ഒരു ഒരു എന്തെങ്കിലും ഒരു പണി അതിനെ തടയാൻ വേണ്ടിയിട്ട് വിജയ് ശ്രമിക്കുന്നതായിട്ട് ഒരു കഥ പറഞ്ഞിരുന്നു. എനിക്ക് ഇതില് ടൈം ട്രാവൽ എലമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല. ബട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ടെററിസ്റ്റ് ആയിട്ടുള്ള മകനെ തടയാൻ വേണ്ടിയിട്ട് വിജയ് നോക്കുന്നു. അതിന്റെ കുറച്ച് അതും റോയിലുള്ള ഓഫീസറാണെന്ന് പറയുന്നു. ഇവിടെ വിജയ് വർക്ക് ചെയ്യുന്നത് സാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ഫുൾ ഫോം. അങ്ങനത്തെ ഒരു സ്ക്വാഡിലെ മെമ്പർ ആയിരുന്നു പുള്ളി. അപ്പൊ അതും റോയുടെ ഒരു ഒരു സബ് ഡിവിഷൻ പോലെയാണെന്ന് വെങ്കട് പ്രഭു ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എലമെന്റ് ഇവിടെ വരുന്നതിന് അപ്പൊ ഇവര് ഈ തള്ളുന്നതിന്റെ ഇടയിൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഒക്കെ ഇതുപോലെ സത്യമാവാറുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇതിലും ഉം, അപ്പൻ വിജയ് അതായത് ഗാന്ധി സാറ്റ്സിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ വിജയുടെ രണ്ട് മക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലോണിങ് എലമെന്റുകൾ മാറ്റി നിർത്തി മക്കൾ എന്നുള്ള തിയറി എടുക്കുവാണെങ്കിൽ രണ്ട് മക്കളുണ്ട്. ഒന്ന് സ്പാർക്കിലൊക്കെ വരുന്ന ആ വിജയ്, മറ്റേത് ട്രെയിലറിൽ കണ്ട ഒരു നാളെ തീർപ്പ് ലുക്കിലുള്ള ഒരു ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു ട്വന്റീസിലൊക്കെ ഉള്ള ഒരു 15-20s ഉള്ള ഒരു വിജയ്. ആ വിജയ് ഇത് രണ്ടില് ആരെങ്കിലും ഒരാൾ ടെററിസ്റ്റ് ആയിരിക്കണം എന്ന് ഞാനും അങ്ങോട്ട് വിചാരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ടൈം ട്രാവൽ എലമെന്റുകൾ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെങ്കട് പ്രഭുവിന്റെ ഒരു രീതി അനുസരിച്ച് പുള്ളീനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടി പുള്ളിക്ക് അധികം ഇല്ല. പുള്ളിയുടെ ഫിൽമോഗ്രഫിയൊക്കെ ഒട്ടുമിക്ക എല്ലാം കണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള സരോജ തൊട്ട് കണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പുള്ളി അങ്ങനെ പുള്ളീനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടികൾ അങ്ങനെ വരാറില്ല. കാരണം കാര്യം ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം മാസ് ഒരു എന്താ പറയുന്ന ഒരു ഹൊറർ കോമഡി അങ്ങനത്തെ ടൈപ്പ്, അതായത് സൂര്യയുടെ ഒരു വിസ്മയത്തുമ്പത്ത് പോലെയാണ് മാസ് ഇരിക്കുന്നത്. പ്രേതങ്ങളെ പുള്ളിക്ക് കാണാൻ പറ്റുന്നു. അതിപ്പോ അത് വെച്ചിട്ട് പുള്ളി ഒരു കാശ്മോറ പോലെ ഒരു ഒരു ഉഡായിപ്പ് പരിപാടി കാണിക്കുന്നു. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ആ പ്രേതങ്ങളെ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു എലമെന്റ് വെച്ചിട്ട് അതുങ്ങളെ ഒഴിപ്പിക്കാനായിട്ട് നടക്കുന്നു. അപ്പൊ ഒരു ഒരു വിസ്മയത്തുമ്പത്തിന്റെ ഒരു ഒരു വിസ്മയത്തുമ്പത്തിലെ ലാലേട്ടൻ അങ്ങനെ ഒരു ഇതാണല്ലോ, റീത്ത മത്യൂസിനെ പുള്ളിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രേതമല്ല ടിപ്പിങ്, ബട്ട് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ് വിസ്മയത്തുമ്പത്ത്. കണ്ടിട്ടില്ലാത്തൊരു കാണാൻ നല്ല പടമാണ്, നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം പുള്ളി അതേ എലമെന്റ് പിന്നെ ഏതെങ്കിലും പടത്തിൽ യൂസ് ചെയ്തോ? ഇല്ല. കസ്റ്റഡി നോക്കുവാണെങ്കിലും അതൊരു കസ്റ്റഡിയിലെ ഒരു പ്രതിനെ കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയിൽ ആ പടം ഇച്ചിരി ദുരന്തമാണെങ്കിലും അതിലും അതായത് പുള്ളിയുടെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഓരോ പടത്തിലും എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള എലമെന്റ് ഉണ്ടാവും. പുള്ളി അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ചെന്നൈ 28 പോലെ ആണോ ചെന്നൈ 28 പാർട്ട് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കുറെ എന്നുവെച്ചാൽ അത് ഗ്യാങ് ആണ്, ബട്ട് ആ ഒരു ഒരു സെയിം അതിന്റെ റെഫറൻസസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓബിയസ്ലി ആ പടത്തിൽ ഉണ്ടാവും. അതായത് മറ്റേ ഗോപിയുടെ ബാറ്റ് തിരിച്ചു വരുന്നത്, അന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ച പയ്യന്മാര് പിന്നീട് വലുതായിട്ട് വരും, അവരുമായിട്ട് ടൂർണമെന്റ് കളിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനത്തെ ഫണ്ണായിട്ടുള്ള കോൾ ബാക്കുകളൊക്കെ ഉണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് 2, ഓബിയസ്ലി പാർട്ട് 1ന്റെ എലമെന്റ്സ് ഒക്കെ അതിൽ ഉണ്ടാവും എന്നുള്ളതല്ല. അങ്ങനെ അപ്പൊ പുള്ളി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗോവ അതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, അത് ഓരോ പടത്തിലും മങ്കാത്ത പോലെ ഒരു പടം എടുത്ത പുള്ളി എന്തുകൊണ്ട് വീണ്ടും ഒരു ഹൈസ്റ്റ് പടം എടുത്തില്ല? മാനാട് നോക്കിയ ഒരു ടൈം ട്രാവൽ പടമാണ്. എഡ്ജ് ഓഫ് ടുമോറോയുടെ എലമെന്റ്സ് ഒക്കെ കുറെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റിൽ അതുപോലെ തന്നെ വീണ്ടും പുള്ളി റിപ്പീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് തുടക്കം തൊട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഗോട്ടില് ടൈം ട്രാവൽ എലമെന്റ്സ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. എന്റെ ബേസ് അടിസ്ഥാനം ഇതാണ്. എനിക്ക് കഥയൊന്നും അറിയാൻ പാടില്ല. നിങ്ങളെപ്പോലെ തന്നെ പടം ഇറങ്ങിയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് ഞാൻ. എനിക്ക് ഇൻസൈഡർ ഇൻഫർമേഷനും ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വായിക്കുന്ന പരിപാടികളും നമ്മളിങ്ങനെ ഓരോരുത്തർ ഇൻസൈഡേഴ്സ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നത് വെച്ചിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ നമ്മളത് കേൾക്കുമ്പോഴത്തേക്ക്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു മിസ്റ്റേക്കും അതൊക്കെ തന്നെയാവാം. നമ്മൾ ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഞാനടക്കം ചെയ്യുന്ന ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഒക്കെ കണ്ട്
നമ്മളിങ്ങനെ ഒരു കുന്നോളം ഇങ്ങനെ പ്രതീക്ഷിച്ച് വെക്കും, എന്നിട്ട് അത് പടത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ നിരാശയാണ്. പക്ഷെ അത് പടത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടിട്ട് ഓൾറെഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് അറിഞ്ഞ് നമുക്ക് ആ ഒരു സർപ്രൈസിങ് ഫാക്ടറും കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേക്കും കുത്തിയിരുന്ന് ഇങ്ങനത്തെ ബ്രേക്ക് ഡൗൺ ഒന്നും നോക്കാൻ പോവാത്തത്. കാര്യം എനിക്ക് പിന്നെ പേടിയാ. പിന്നെ ഞാനത് പോയി കഴിയുമ്പോൾ ഇപ്പൊ ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ കാണാൻ പോയപ്പോഴത്തേക്കും അതിലെ പല ക്യാമിയോസും നമുക്ക് ഓൾറെഡി ഇത്, പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുമാതിരി എക്സൈറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓരോ ഇൻസൈഡർ ഇൻഫർമേഷനും ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയും അതുകൊണ്ട് തന്നെ പല സർപ്രൈസസും നമുക്ക് റൂയിൻ ആവുകയും ചെയ്യും. ഡെഡ്പൂൾ ആൻഡ് വുൾവറീനിലെ കുറെ മേജർ സർപ്രൈസസ് ഒക്കെ എനിക്ക് അങ്ങനെ ഇതായിരുന്നു. വരുന്ന ഡെഡ്പൂൾ ക്യാമിയോകൾ, അതിൻ്റെ അകത്ത് ഓൾറെഡി വന്ന ക്യാമിയോകൾ പലതും. ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു രസമുണ്ട്. എന്നാലും നമുക്ക് കുറെയൊക്കെ അറിയാവുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ അറിയാൻ ശ്രമിച്ച് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി അറിഞ്ഞു പോകുന്നില്ല. അപ്പൊ എന്താണേലും ഇതിലേക്ക് വരികയാണെങ്കിൽ, അപ്പം ഗാന്ധി ആ, ഗാന്ധി എന്ന പേരുള്ള വിജയ് ഇതിൽ ഒരു ഇത് വെങ്കട്ടപ്രഭുവിന്റെ ഒരു എന്താ പറയുന്നത്, വേണമെങ്കിൽ ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ ഗാന്ധി ഓബ്വിയസ്ലി അഹിംസ പിന്തുടരുന്ന ആളാണ്. പക്ഷെ നമ്മുടെ ഗാന്ധി അങ്ങനെയല്ല, പുള്ളി വയലൻസ് ഒക്കെ അത്യാവശ്യം ഉള്ള ആളാണ്. അപ്പം ഈ ഗാന്ധിയുടെ ട്രെയിലറിന്റെ അകത്ത് ഇവര് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഷോട്ടുകളും മാച്ചിങ് ആയിട്ടുള്ള ഷോട്ടുകൾ വെച്ചിട്ടാണ് ട്രെയിലർ ഫുള്ള് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിലിപ്പോ എന്തോ ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ, പക്ഷെ പിന്നീട് ഓരോ തവണ അത് ആ ട്രെയിലർ കാണുമ്പം ഓക്കെ ഇതില് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ തിയറി വീഡിയോ തന്നെ ചെയ്യുന്നത് തന്നെ. ചുമ്മാ എല്ലാരും എന്തായാലും ഈ സമയത്ത് ഒരു ഒരു ഇപ്പം യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരു 10-500 ബ്രേക്ക് ഡൗൺ വീഡിയോ കാണും. എന്നാ പിന്നെ നമ്മുടെ ഇതിന്റെ അകത്തും പറയാം, ചുമ്മാ സംസാരിക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ അങ്ങനെ പല മാച്ചിങ് ആയിട്ടുള്ള ഇതും അതും പല ടൈമിലുള്ളതും കാണിക്കുന്നുണ്ട്. ഗാന്ധിയുടെ പാസ്റ്റിലുള്ളതും കാണിക്കുന്നുണ്ട്, ഗാന്ധിയുടെ പ്രസന്റിലുള്ളതും കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ പല മിഷൻസും അതിൻ്റെ അകത്ത് വന്നു പോകുന്നുണ്ട്. ഒരു സെർവർ റൂമിൽ കയറുന്ന സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിഷൻ കാണിക്കുന്നുണ്ട്, ട്രെയിനിലുള്ള സീക്വൻസ് കാണിക്കുന്നുണ്ട്, പിന്നെ മറ്റേ നമ്മള് മറ്റേ ബർത്ത്ഡേ ഷോട്ട്സിൽ കണ്ട മകന്റെ ഒപ്പമുള്ള ബൈക്കിന്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയപ്പെടുന്ന ചെന്നൈ ചേപ്പോക്ക് സ്റ്റേഡിയം ആണ് അവര് ഇതിൽ കാണിക്കുന്നത്. ബട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഇതൊരു ഗ്ലോബൽ ഗ്രീൻഫീൽഡ് ആണ്, ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. അതിൽ ഷൂട്ട് ചെയ്ത ഇതാണ്, അവിടെയാണ് ക്ലൈമാക്സ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ അത് കാണിക്കുന്നുണ്ട്. പിന്നെ പട്ടായയിലുള്ള ഒരു ചേസ് സീക്വൻസ്, അത് പട്ടായ എന്ന് എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറിന്റെ ആ ഒരു ഷോട്ടിന്റെ അകത്ത് പട്ടായ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബിൽ ബോർഡൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ബിൽ ബോർഡല്ല, എന്താന്ന് പറയുന്നത്, ആ പട്ടായം എഴുതിയിട്ട് ഇങ്ങനെ ഉള്ളതുണ്ട്, അപ്പൊ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ബാങ്കോക്കിലാണെന്നുള്ള രീതിയിൽ പ്രശാന്തിന്റെ ഡയലോഗ് ഉണ്ട്. അപ്പം ആ ഒരു ഇത് അങ്ങനെ പല സീക്വൻസുകളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അതില് ഇതിന്റെ ഒരു ഓവറോൾ തീം എന്ന് പറയുന്നത്, അതായത് സാറ്റ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള വിജയ് ഈ സാറ്റ്സ് ടീമിന്റെ തന്നെ അവര് പണ്ട് അവര് അവരുടെ പാസ്റ്റിൽ ചെയ്തു വെച്ച ഒരു മിഷന്റെ ആഫ്റ്റർ എഫക്ട്സ് പ്രസന്റിൽ അവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ഓവറോൾ ഇതിവൃത്തം വരുന്നത്. ഇതില് ഇപ്പോഴത്തെ ഇതില് ടൈം ട്രാവലിന്റെ ഇത് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഉള്ളത് എലമെന്റ് എന്ന് പറയുന്നത് ക്ലോണിങ്ങിന്റെ കാര്യങ്ങളാണ്. കാര്യം ബർത്ത്ഡേ ഷോട്ട്സിലാണെങ്കിലും ട്രെയിലറിലാണെങ്കിലും, ട്രെയിലറിലുണ്ടോ ഇല്ല, ബർത്ത്ഡേ ഷോട്ട്സിന്റെ ആ ഒരു ഇതിന്റെ അകത്ത് ട്രെയിലറിൽ ഉണ്ട് ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട്. അതായത് നമ്മുടെ സ്പാർക്കിന്റെ വരുന്ന കാണിക്കുന്ന ആ വിജയാണെന്ന് തോന്നിക്കുന്ന ഒരു ലുക്കിലുള്ള ഒരാള്, ബാക്കിൽ നിന്നുള്ള ഷോട്ടേ ഉള്ളൂ. പുള്ളി ഒരു ടാങ്ക് പോലെയുള്ള ഒരു സിസ്റ്റം, ഒരു സെറ്റപ്പിന്റെ, അതായത് നമ്മുടെ ഏഴാം അറിവിന്റെ അകത്ത് സൂര്യയൊക്കെ കൊണ്ട് കിടക്കുന്ന ഒരു ടാങ്ക് പോലെ ഉണ്ടല്ലോ, വെള്ളത്തിൽ മുക്കിയിടുന്ന പോലത്തെ ടാങ്ക്, അതിന്റെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു ഇത്. അതിന്റെ സൈഡിലാണെങ്കിൽ എന്തുവായിരുന്നു, 2050 11.1 ബില്യൺ എന്തോ ആവും പോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ. 2050 ആ വർഷത്തിന്റെ കാര്യം ഞാൻ മറന്നു, എനിക്ക് മറവിയുള്ളത് കൊണ്ട്. ബട്ട്
അങ്ങനെ എന്തോ പ്രൊജക്റ്റഡ് ഒരു ജനസംഖ്യയുടെ ഇത് പറയുന്ന ഒരു സംഭവം. പിന്നെ ഒരു പ്യൂപ്പിളിന്റെ ഒക്കെ ഇങ്ങനെ സ്ക്രീനിലൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു എൻലാർജ്ഡ് ഇത് കാണാം, ഫോട്ടോ പോലെ സംഭവം കാണാം. അപ്പൊ ഒരു എന്തോ ഒരു ടാങ്കിന്റെ മുമ്പിൽ എന്തിനെയോ നോക്കി നിൽക്കുന്ന ഒരു ഇത്. അപ്പൊ അത് ക്ലോണിങ്ങിന്റെ ഇതിലാവാം എന്നുള്ള രീതിയിലാണ് ആ ക്ലോണിങ് എലമെന്റ് വരുന്നത്. കാര്യം ഇത് ഒരു സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് ഒക്കെ ഉള്ള പടമാണ് എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ഈ ക്ലോണിങ്ങും ടൈം ട്രാവലൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത്. ഉം. അപ്പൊ ഇതില് എന്താ പറയുന്നത്, ഇപ്പം സംഭവം എങ്ങനെയാണ്, അതായത് സാറ്റ്സിലെ ഒരു ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ട് വരുന്ന അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ, അതാണ് നമ്മുടെ ഗാന്ധി. സാറ്റ്സില് പുള്ളിയുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ളത് പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ, പിന്നെ നമ്മുടെ ജയറാം. അതൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാര്യം ഈ പോസ്റ്ററിന്റെ അകത്തൊക്കെ ഈ മറ്റ് ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവര് 4 പേര് നിൽക്കുന്ന ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ജയറാമേട്ടന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജയറാം ഇതിന്റെ തൊണ്ടെന്നുള്ള ഉണ്ടായിരുന്നു, പക്ഷെ ഈ സാറ്റ്സിന്റെ തൊണ്ടെന്നുള്ള രീതിയിൽ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ട്രെയിലറിന്റെ അകത്ത് പുള്ളിയും ഇവരുടെ ഒരു ടീം മെമ്പർ ആണ് എന്നുള്ള രീതിയിൽ, മേ ബി ഒരു ടെക് സപ്പോർട്ട് ഒക്കെ പോലെ, ഇവരുടെ ഒരു മേ ബി പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കാം, ഒരു ഒരു ചീഫ് പോലെ ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്താണേലും ഇതിന്റെ അകത്ത് പുള്ളി ഒരു ടെക് സപ്പോർട്ടൊക്കെ പോലെ പുള്ളിക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, എന്താ പറയുക, ദ ഗൈ ഓൺ ദ ചെയർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പം ഇത്രയും പേരാണ് ഉള്ളത്. ഇതില് ഉം, ഒരു മിഷന്റെന് ശേഷമായിരിക്കണം ഗാന്ധി റിട്ടയർ ആവുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ആ റിട്ടയർ ആവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേ മൈക്ക് മോഹനുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ട്രെയിനിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ട്രെയിലറിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഇതില് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് സിമിലർ ആയിട്ടുള്ള ഷോട്ടുകളെല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് വീഡിയോ ആണ്. അപ്പൊ അതില് നോക്കിയാൽ കാണാം ട്രെയിനിന്റെ അകത്തെ കുറച്ച് 2-3 ഫൈറ്റും കാര്യങ്ങളൊക്കെ, ആ ഒരു 2-3 ഷോട്ടുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ കൊണ്ട് വെച്ചു. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണേലും അപ്പൊ ഇതില് ഒരു കാര്യം എന്താണേലും ഗോട്ടിൽ ഉറപ്പാണ്. കാര്യം ഇത്രയും ആക്ഷൻ സെറ്റ് പീസുകള് ഒരു ചറപറ ഈ ട്രെയിലറിന്റെ അകത്ത് തന്നെ ഒരു 5-6 എണ്ണം ഉണ്ട്. സെർവർ റൂമിൽ നടക്കുന്ന ഒരെണ്ണം, മറ്റേ പട്ടായയിലെ റോഡ് ചേസ്, ട്രെയിനിന്റെ അകത്തുള്ള സീക്വൻസ്, സ്റ്റേഡിയത്തിലുള്ളത്, പിന്നെ ഇതിന് പുറമെ ഒരു ബിൽഡിങ്ങിന്റെ അകത്തുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. അത് ആദ്യം ഞാൻ ഓർത്തോണ്ടിരുന്ന എംബസി ആണെന്നുള്ള രീതിയിലാണ് ഓർത്തോണ്ടിരുന്നത്. പിന്നെ ചില ഇതിന്റെ അകത്തൊക്കെ എന്താ പറയുന്നത് മ്യൂസിയം ആണ് എന്നുള്ളൊരു കാര്യം. അതിന്റെ ഒരു ഷോട്ടില് ഭിത്തിയിലൊക്കെ കുറെ പെയിന്റിംഗ് ഒക്കെ ഉണ്ട്, ഒരു ആർട്ട് ഗാലറി പോലത്തെ പരിപാടിയാണ് എന്ന് പറയുന്നു. ബാങ്ക് ആണെന്ന് ചിലർ പറയുന്നു. ബട്ട് എനിക്ക് എംബസി ആവാനായിട്ടുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇന്ത്യയുടെ മറ്റേ അശോക ചിഹ്നത്തിന്റെ ആ ഒരു ആ ലയന്റെ ഇതൊക്കെ ഒരു വലിയ ഇതിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാങ്കിലൊക്കെ അങ്ങനത്തെ ഇത് കൊണ്ട് വെക്കുന്ന പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കൊരു എംബസി ആവാൻ കാര്യം അതിൽ ആൾക്കാർ ബാങ്കാന്ന് പറയാൻ കാരണം അതിൽ സ്ക്രീനിൽ ടോക്കൺ നമ്പർ ഒക്കെ കൊടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ പല കൗണ്ടറുകളുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത് മേ ബി എംബസിയിലാണേലും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. കാര്യം ഞാനങ്ങനെ ഇവിടുത്തെ എംബസിയില് പോയിട്ടില്ല. ബട്ട് ഇവിടുത്തെ ഇപ്പം കാനഡയില് വല്ല സർവീസ് കാനഡയിലോ അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇതുപോലെ ടോക്കൺ നമ്പർ ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. ഇതുപോലെ തന്നെ കുറെ കൗണ്ടറുകളുണ്ട് അവിടെ. ഒരു ബാങ്കിലൊക്കെ കാണുന്ന പോലത്തെ ഇങ്ങനെ കുറച്ച് ചുമ്മാ ഇങ്ങനെ കുറെ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല കാര്യങ്ങൾക്ക് വരുന്നുണ്ട്, ആൾക്കാരെ ടോക്കൺ നമ്പർ വെച്ച് വിളിച്ചിട്ട് കൗണ്ടറുകളിലോട്ട് വിളിക്കുന്ന പരിപാടിയുണ്ട്. സോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അത് എംബസി ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എംബസിയിൽ എന്തിനാണ് മാസ്ക് മെൻ വരുന്നത് എന്നുള്ളതൊക്കെ മേ ബി അതൊരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ ആയിരിക്കാം. ആൻഡ് നമ്മുടെ ഗാന്ധിനെ ഹോസ്റ്റേജ് നെഗോഷിയേറ്റർ ആണല്ലോ, അപ്പൊ പുള്ളീനെ അങ്ങനെ കൊണ്ടുവന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളി ഈ സാറ്റ്സിലോട്ട് റിട്ടേൺ ആവാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് അതായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ടെററിസ്റ്റ് പല സ്ഥലങ്ങളിലായിട്ട് ബോംബ് എക്സ്പ്ലോഷൻസ്, നമ്മുടെ നമ്മുടെ ഇതിന്റെ അകത്ത് മറ്റേ എന്താണ് പടത്തിന്റെ പേര്, അയ്യോ, കാർഗിൽ ദിവസമൊക്കെ ഉള്ള പടം ഉണ്ടല്ലോ, എന്തുവായിരുന്നു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അകത്ത്
നമ്മുടെ ഇങ്ങനെ പോലെ മാഫിയ ഷിഷിനെ പോലെ ബോംബ് എക്സ്പ്ലോഷൻ ഹെ എന്ന് പറയുന്ന ആ സംഭവത്തിന്റെ പോലെ കുറെ ബോംബ് എക്സ്പ്ലോഷൻസ് ഒക്കെ നടക്കുമ്പം ഗാന്ധി വന്നിട്ട് മേ ബി ഗാന്ധിയുടെ ഹെൽപ്പ് തേടുന്നതായിരിക്കാം. ഐ മീൻ ഗാന്ധിനെ കൊണ്ട് ആ ആൾക്കാരെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് സാക്സ് ഗാന്ധിയുടെ ഹെൽപ്പ് തേടി അങ്ങനെ ഗാന്ധി റിട്ടേൺ ആവുന്നതും ആവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്റ്റേജ് നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് ഗാന്ധിനെ കൊണ്ടുവന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് എംബസി അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ പുള്ളിനെ കൊണ്ടുവന്നതും ആവാൻ സാധ്യതയുണ്ട്. എംബസിയുടെ കാര്യം പറഞ്ഞപ്പോ പുറത്ത് കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്ലക്കാർഡൊക്കെ പിടിച്ച് പ്രതിഷേധമൊക്കെ എടുക്കുന്നുണ്ട്. അതില് ഒരെണ്ണത്തിന്റെ അകത്ത് നോ സോറി ടു എംബസി എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ ബോർഡ് മാത്രം വായിക്കാൻ പറ്റി. അപ്പം എന്തോ അതായത് ഇമിഗ്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കാം ആൾക്കാർ ഒരുപക്ഷെ പ്രതിഷേധം അറിയിക്കുന്നത്. അതായത് ഈ എക്സ്പ്ലോഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് മേ ബി ഒരു ഇന്ത്യക്കാരനാണ് അതിന് പുറകിൽ. ഈവൻ ഗാന്ധിയുടെ മകനെ വേണമെങ്കിൽ അതിൽ ഫ്രെയിം ചെയ്യാൻ കേട്ടോ. നമ്മുടെ സ്പാർക്കിലെ വിജയുടെ ആ ലുക്കിലുള്ള ഒരുത്തൻ ആണ് ഇതിന്റെയൊക്കെ പുറകിൽ എന്നുള്ള ഒരു ഇത് വരികയാണെങ്കിൽ അപ്പൊ അവര് ഇങ്ങനെ ഇവന്മാരെയൊക്കെ ഈ ഞങ്ങളുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഈവൻ കാനഡയിലടക്കം ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇപ്പം കടുത്ത രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഒക്കെ അനുഭവിച്ചു വരുന്ന ഒരു സമയമാണ്. കാര്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടിക്ടോക്കിലോ, ടിക്ടോക്ക് നമ്മുടെ നാട്ടിലെ ഇതില്ലല്ലോ അല്ലേ, ഇവിടെയൊക്കെ ടിക്ടോക്ക് കൊണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റിന്റെ അടിയിലോ ഈവൻ യൂട്യൂബ് വീഡിയോസിന്റെ അടിയിലൊക്കെ ആണെങ്കിലും ഈ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഫ്ലൈറ്റിൽ എയർ ഇന്ത്യയിലെ വല്ല ഒരു ഫ്ലൈറ്റിന്റെ അകത്തെ വല്ല ഇതും കാണിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് വെച്ചു, അതിന്റെയൊക്കെ കീഴിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നേ, അതിന്റെ അകത്തൊക്കെ ഒടുക്കത്തെ നാറ്റമായിരിക്കും. ഇവന്മാരൊന്നും കുളിക്കത്തൊന്നുമില്ല. ഇവന്മാര് വന്നതിന് ശേഷമാണ് ഇങ്ങനെ. അത് ഇവിടെ കാനഡയില് ഞാൻ ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോകുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് എന്താണേലും ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ അറിയണം ഈ ഇവിടെ കാനഡയിലോട്ടോ അല്ലെങ്കിൽ വിദേശത്തൊക്കെയുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അവസ്ഥ നിങ്ങൾ അറിയണം. അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സുഖിക്കുവാണെന്നായിരിക്കും കുറെ പേരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ കുടുംബത്തിന് വേണ്ടിയിട്ട് വരുന്ന പിള്ളേരുടെ ഒരു കുറെയൊക്കെ ഇന്ത്യക്കാരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ഇവന്മാര് ഇപ്പം ഇവിടെ ഒരു എന്താണ്ട് ഒണ്ടാരിയോയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരു എന്തോ ഒരു റാലി നടത്തിയിട്ട് അവിടെ അവിടെ കൊണ്ടുവന്ന പ്ലക്കാർഡും കാര്യങ്ങളും എല്ലാം വഴിയിലിട്ട് പോയി. അത് കുറെ അവന്മാര് വീഡിയോ എടുത്തു വെച്ചിട്ട് കണ്ട ഇവന്മാരൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ ഈ നോർത്ത് സൈഡിലുള്ള സുഹൃത്തുക്കളൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടുതലും. കുറെയൊക്കെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇവിടെ വന്നിട്ടും നാട്ടിലെ തൊട്ടിത്തരയൊക്കെ കാണിച്ച് ഇങ്ങനെ റാലിയും നടത്തി ഇതുപോലെ വേസ്റ്റും കുറെയൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നമ്മളും കുറെ ഒപ്പിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത കുറെ ഇന്ത്യക്കാരും അതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഹേറ്റഡ് ഉണ്ട് ഇങ്ങനെ. ഒന്നാമത് ഇവിടെ വരുന്നവര് ജോലിയൊക്കെ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പല മൾട്ടി ലെയർഡ് ഫാക്ടേഴ്സ് ഉണ്ട് ഇവർ ഈ ഒരു ഹെയ്റ്റിന് പുറകിൽ. ഈവൻ യു കെയിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ അടിച്ചോടിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ലെവലിലോട്ടൊക്കെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ആ ഒരു അത്ര എത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലോട്ട് ആൾക്കാർ എത്തുമെന്ന് നമുക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. റേസിസവും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്കായി. കാര്യം നമ്മൾ പുറത്തായതുകൊണ്ടും നമ്മളിതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇതിൽ കാണുന്നത് കൊണ്ടും അപ്പൊ അവിടെ അങ്ങനെ ഇങ്ങനെ പ്ലക്കാർഡ് വെച്ച് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു ഇതിന്റെ പേരിലായിരിക്കാം ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻസ് ഒക്കെ നടത്തിയ അതിന്റെ പുറകിൽ ഒരു ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ ഫേസ് ആണ് എന്നുള്ള രീതിയിൽ മേ ബി അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. സോ എന്താ നോ സോറി ടു എംബസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോർഡൊക്കെ പിടിച്ച് നിന്നത്. കാറൊക്കെ തല്ലി പൊളിക്കുന്നുണ്ട്, പോലീസുകാരൊക്കെ വന്ന് പിടിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പൊ ആ ഒരു ഇതിന്റെ ഇടയിൽ കൂടെ ഗാന്ധി കാറിൽ വരുന്ന ഒരു ഷോട്ടും കാണിക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഗാന്ധി പ്രതിമയുണ്ട്. അപ്പൊ ഗാന്ധി എന്നുള്ള പുള്ളിയുടെ പേര് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഗാന്ധി വന്നു എന്നുള്ള രീതിയിൽ, അതായത് വിജയുടെ പേരും ഗാന്ധി, അങ്ങനത്തെ ആ ഒരു എന്താ പറയുന്നത്, അതൊരു ഡയറക്ടറിന്റെ ആ ഒരു ഡയറക്ടർ ഗ്ലിംസ് ആ ഒരു ഷോട്ട് കൊണ്ട് വെച്ചായിരിക്കും. ഈവൻ ഗാന്ധിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ 68 സക്സസ്ഫുൾ ഇന്റർനാഷണൽ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത ആൾ എന്ന് പറയുന്നുണ്ട്. 68 ഇത് വിജയുടെ 68ാമത്തെ പടമാണ്. അപ്പം 68ഉം സക്സസ് ആക്കി എന്ന് പറയുമ്പോൾ ഇതിൽ ഒബിയസ്ലി കുറെ പടങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും
ഗാന്ധി 68 മിഷൻസും സക്സസ്ഫുൾ ആക്കിയ ആളാണ്. മേ ബി 68ാമത്തെ മിഷനും ഗാന്ധി സക്സസ് ആക്കുന്ന പോലെ പടവും സക്സസ് ആവും എന്നുള്ള വെങ്കട്പ്രഭുവിന്റെ പ്രതീക്ഷകളായിരിക്കാം പുള്ളി അങ്ങനെ കൊണ്ട് വെച്ചത്. അത് നല്ലൊരു ഈസ്റ്റർ എഗ്ഗാണ്, നൈസ് ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 68 മിഷൻ സക്സസ്ഫുൾ ആക്കുന്നു, 68ാമത്തെ പടം, കണക്ടിവിറ്റി കൊള്ളാല്ലേ. ഇപ്പം ഇതില് മൈക്ക് മോഹന്റെ ക്യാരക്ടറാണ് വില്ലൻ എന്ന് പറയുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച പോലെ അല്ല കേട്ടോ, ഞാൻ എനിക്ക് മനസ്സിൽ വരുന്നതൊക്കെ ആ ഒരു ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോവാണ്. മൈക്ക് മോഹനാണ് വില്ലൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മൈക്ക് മോഹൻ ഒരു ആക്സിഡന്റ് നടന്നതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുന്ന ഷോട്ട് എന്റെ ഓർമ്മയില് മറ്റേ ഡെവിൾ ഹെൽമെറ്റ് വെച്ച് വന്ന ഒരുത്തൻ ഒരു കാറിൽ ഒരു ഗ്രനേഡ് ഒക്കെ ഇട്ട് അത് പൊട്ടിത്തെറിച്ച് ഇതിന്റെ കഴിഞ്ഞിട്ടുള്ള ഷോട്ടുകളിലാണ് അത് കാണിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പൊ അത് പക്ഷെ മൈക്ക് മോഹൻ ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്നത് ട്രെയിനിൽ വെച്ചിട്ടാണ്. മൈക്ക് മോഹൻ ഈ മറ്റേ ഗാന്ധി காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ഗാന്ധിയെ വേഷം പോട്ട് പാക്കുന്നത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന സംഭവത്തിന്റെ അത് നടക്കുന്നത് ട്രെയിനിൽ വെച്ചിട്ടാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് മോഹന്റെ പുറകിൽ നിൽക്കുന്ന മറ്റേ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്നവന്മാരുടെ സൈഡിലെ ഷോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഡോറിന്റെ ഒരു ചെറിയൊരു വിൻഡോ പോലെ കാണാം. അപ്പൊ അത് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ ട്രെയിലർ നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ അതൊരു മൂവിങ് സംഭവത്തിന്റെ അകത്താണ്. അപ്പൊ അതൊരു ട്രെയിനിന്റെ അകത്താണ്, ഒരു ഡെസേർട്ടിന്റെ മേൽ കൂടെ പോകുന്ന ആ ഒരു ട്രെയിനിന്റെ അകത്താണ് എന്ന് നമുക്ക് ആ ഒരു ഷോട്ട് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അത് നടക്കുന്ന ട്രെയിനിലാണ്. ആ ട്രെയിൻ പൊട്ടിത്തെറിച്ചിട്ടുള്ള എക്സ്പ്ലോഷനിലാണ് മൈക്ക് മോഹൻ അങ്ങനെ കിടക്കുന്നത്. അതിലൊരാളുടെ ബേൺ ആയിട്ടുള്ള ഒരു കൈ കാണിക്കുന്നുണ്ട്, കൈയൊക്കെ പൊള്ളി ഒരു കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കൈയാണ്. ഐ തിങ്ക് ഒന്നുകിൽ മൈക്ക് മോഹന്റെ മകനായിരിക്കാം അത് നടക്കുന്നത്. ആ ഒരു ഇതില് മരിക്കുമായിരിക്കും ചിലപ്പം. അതുകൊണ്ടായിരിക്കും ആ ഒരു പെയിന്റെ പുറത്തായിരിക്കണം ഗാന്ധിയുടെ അടുത്ത് റിവെഞ്ച് എടുക്കണം, ഞാൻ അനുഭവിച്ച പോലെ തന്നെ അവനെ അനുഭവിക്കണം എന്നുള്ള ഒരു വെറി പുള്ളിക്ക് വരുന്നത്. ഇനിയിപ്പോ ഗാന്ധി എങ്ങനെ ആ ട്രെയിനിൽ വന്ന് വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് അതിന്റെ അകത്ത് ട്രെയിലറിന്റെ അകത്ത് തന്നെ കുറെ ഷോട്ടുകളുണ്ട്. പുള്ളി ഒരു വൈറ്റ് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് അതിന്റെ അകത്ത് ഫൈറ്റ് ചെയ്യുന്നതും ഗണ്ണ് ലോഡ് ചെയ്യുന്നതും ഒരുത്തന്നെ നെഞ്ചത്തോട്ട് ബീസ്റ്റ് സ്റ്റൈലിൽ വെടിവെക്കുന്നതും. പിന്നെ പുള്ളി ആ സ്യൂട്ട് ഇല്ലാണ്ട് വൈറ്റ് ഷർട്ടും മാത്രമായിട്ട് ഇങ്ങനെ പാന്റ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇടുന്ന ഒരു മറ്റേ നമ്മുടെ പോക്കിരിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പൊക്കി പിടിച്ച് അങ്ങനെ നടക്കുന്ന ആ ഒരു ഇതും. പിന്നെ എക്സ്പ്ലോഷന്റെ ഇതിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിന്റെ കയറിലോട്ട് ജമ്പ് ചെയ്തത്, ഇതൊക്കെ ആ ഒരു ട്രെയിൻ സീക്വൻസിന്റെ പല പല ഷോട്ടുകളാണ് ഇതൊക്കെ. പുള്ളി എങ്ങനെ അവിടെ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, ട്രെയിലറിന്റെ അകത്തെ ആ ഒരു ഇതില് കുറെ ഗണ്ണും മറ്റു വെപ്പൺസും ഒക്കെ അതിന്റെ അകത്ത് കാണിക്കുന്ന ഇതുണ്ട്, ഒരു ഷോട്ട് പോലെയുണ്ട്. അപ്പൊ അത് ഗാന്ധിയുടെ തലയ്ക്ക് ഒരാൾ അടിക്കുന്ന ഒരു ഇതുമുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൊട്ടുന്ന ഒരു ഇതുകൂടെ കാണിക്കുന്നുണ്ട് ആ സെയിം ട്രെയിൻ ഇതിന്റെ അകത്ത് തന്നെ. ആക്ച്വലി 2 ട്രെയിൻ സീക്വൻസ് ഉണ്ട് ഇതിന്റെ അകത്ത്. വയസ്സായ ഗാന്ധിയുടെ ഇതുകൊണ്ട് ഈ പാസ്റ്റിലുള്ള ഗാന്ധിയുടെ ഇതുകൊണ്ട്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്റിലെ കാര്യമാണ്. അപ്പൊ അതില് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സിറ്റഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ റൂസോ ബ്രദേഴ്സ്, അവഞ്ചേഴ്സ് എൻ ഗെയിമും ഇൻഫിനിറ്റി വാർ ഒക്കെ എടുത്ത്, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ ഒക്കെ എടുത്ത റൂസോ ബ്രദേഴ്സ്, എക്സ്ട്രാക്ഷൻ ഒക്കെ അവരുടെയാണ്. അപ്പം അതില് ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ പ്രിയങ്ക ചോപ്രയും പിന്നെ മറ്റേ പുള്ളിയുടെ പേര് പറഞ്ഞുപോയി, എന്തോ ഈ മറ്റേ ഇറ്റേണൽസിലൊക്കെ ഉള്ള പുള്ളിയാണ്. അവന്റെ പേര് റിച്ചാർഡ് മാഡിസണോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. പുള്ളി റിച്ചാർഡ് മാഡൻ, അതന്നെ റിച്ചാർഡ് മാഡൻ ആണ് ഈ സിറ്റഡലിന്റെ അകത്ത് ലീഡായിട്ട് വരുന്നത്. റിച്ചാർഡ് മാഡനും പ്രിയങ്ക ചോപ്ര പുള്ളിയുടെ പേരായിട്ട്. അപ്പൊ ഈ ഒരു സ്പൈ സീരീസ് ആണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്ക്, കൊള്ളാം, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതില് ഫസ്റ്റ് ഇതിന്റെ അകത്ത് തന്നെ ഇവരൊരു ട്രെയിനിന്റെ അകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ഡീലിന്റെ ഒരു വെപ്പൺസ് ഡീലറിന്റെ ഒക്കെ കയ്യിൽ നിന്ന് ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അതില് പുള്ളിയുടെ ഡയറി അടിച്ച് അങ്ങനെ കുറച്ച് സീക്വൻസുകൾ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, സ്പോയിലർ ആകുന്നത്. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അപ്പൊ ഇവര് അതിന് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ നോക്കുന്നു, അത് കൊളാവുന്നു. അങ്ങനെയാണ് ഇവരുടെ പിന്നെ രണ്ടുപേരുടെയും ഓർമ്മ നഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെ അത് വേറെ രീതിയിൽ.
ഇവിടെ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഗാന്ധി ഇതുപോലെ ഇൻഫിൽട്രേറ്റ് ചെയ്ത വെപ്പൺസ് ഡീലിന്റെ ഭാഗമായിട്ട് പുള്ളി മേ ബി വെപ്പൺസ് ഒക്കെ വാങ്ങാൻ വരുന്ന ഒരാളായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രിട്ടൻഡ് ചെയ്തായിരിക്കണം പുള്ളി അവിടെ വരുന്നത്. കാര്യം പുള്ളീനെ പിടിച്ചോണ്ട് വന്നതാവാൻ സാധ്യതകൾ ഉണ്ട്. ബട്ട് ഐ തിങ്ക് പുള്ളി ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്നതാണ്. അതായത് വെപ്പൺസ് ഒക്കെ വാങ്ങാൻ വന്ന ഒരു വെപ്പൺ ഡീലറായിട്ട് പുള്ളി വരികയാണ്. ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ട് ആ ഒരു സെറ്റപ്പിൽ വന്നതാണ് പുള്ളി. പക്ഷെ പുള്ളിയുടെ കള്ളി പൊളിഞ്ഞു. കാര്യം മൈക്ക് മോഹൻ ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ട്. പുള്ളി ഇങ്ങനെ വന്നവനല്ല, സാറ്റ്സിന്റെ ടീം മെമ്പറാണ്. കാര്യം പുള്ളി സ്പൈയും ഹോസ്റ്റേജ് നെഗോഷിയേറ്ററും ഇൻഫിൽട്രേറ്ററും ഒക്കെ ആയതുകൊണ്ട് പുള്ളി അങ്ങനെ വന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് മേ ബി ഇവരുടെ ടീമിൽ തന്നെയുള്ള ഒരാള് പണി കൊടുത്തതായിരിക്കും. ഓബിയസ്ലി നമ്മുടെ ബിട്രയൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന അജ്മൽ ആവാനുള്ള സാധ്യതയുണ്ട് ഈ പടത്തില്. എനിക്ക് വെങ്കട് പ്രഭു ടൈപ്പ് കാസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാര്യം അജ്മല് ഒരു ഒരു എന്താ പറയുക ബിട്രയൽ, നമ്മുടെ മലയാളത്തിൽ ഒരു ബിട്രയൽ സ്റ്റാർ ഉണ്ട്, വിജയകുമാറാണോ അങ്ങനെ എങ്ങാണ്ടല്ലേ പുള്ളിയുടെ പേര്, മറ്റേ ലേലത്തിന്റെ അകത്തൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടല്ലോ എല്ലാത്തിന്റെ അകത്തും ചതിക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളി ഏതാണ്ട് ഗുഴൽപ്പണ കേസിലൊക്കെ ഇങ്ങനെ പ്രതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എവിടെയും വായിച്ചിട്ടുണ്ട് റിയൽ ലൈഫിലോട്ട്. പുള്ളിയുടെ മോളാണ് മറ്റേ മുത്തുഗൗ സിനിമയിൽ അഭിനയിച്ച ആ പുള്ളിക്കാരിയും പോയി. വിജയകുമാർ നന്ദാണ് പുള്ളി ഒരു ബിട്രയൽ സ്റ്റാർ ആണ്, യൂഷ്വലി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിയുടെ പോലെ തന്നെ അജ്മലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അജ്മൽ ആ, പിന്നെ അങ്ങനത്തെ ഒരു രണ്ടു മൂന്ന് പടത്തില് പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് പുള്ളി ഉണ്ടോ, പുള്ളി ഉണ്ടെങ്കിൽ തീർന്നു പോകും, അല്ലെങ്കിൽ പുള്ളി ചതിക്കും എന്നുള്ള ഒരു അജ്മലിന്റെ ഇത് വന്നപ്പോ തന്നെ റെഡിറ്റിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവര് ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ പറയുന്നത്, അതായത് ഇവരുണ്ടോ, ഇവർ ഉറപ്പായിട്ട് തമിഴന്മാരടക്കം പറയുന്ന ഒരു പരിപാടിയാണ്. ഇവരുണ്ടോ, കാര്യം കോവയ്ക്കകത്ത് അങ്ങനെയാണല്ലോ, പുള്ളി വില്ലനാണല്ലോ ജീവയുടെ സിനിമയ്ക്കകത്ത്. അപ്പൊ പുള്ളി ചതിയൻകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നിന്ന് വന്നതെന്ന് പോലെ പുള്ളി ചതിക്കും എന്ത് ഒരു ഉൾവിളിയുണ്ട്. അത് നിങ്ങളെ മേ ബി പുള്ളി ആയിരിക്കാം ലീക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെ ഗാന്ധി എന്നാണ് എന്റെ പേര് എന്നുള്ള രീതി. അതൊന്നാണ് ഗാന്ധിയെ വേഷം പോട്ട് ഇപ്പതാൻ താക്കറെ എന്നുള്ള രീതിയിൽ മൈക്ക് മോഹൻ ആ ഡയലോഗ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചില ആൾക്കാർ പറയുന്നു അത് ഗാന്ധിയുടെ മകൻ ഗാന്ധിയെ പോലെ വേഷം കെട്ടി വന്നതുകൊണ്ടാണ് എന്നൊക്കെ. വേറെ ചിലർ ആ ഷോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ഇത്രയ്ക്ക് പൊട്ടനാണോ, മുമ്പിൽ നിൽക്കുന്നത് മകനല്ല, മകനാണ്, സോറി, മുമ്പിൽ നിൽക്കുന്നത് ഗാന്ധിയല്ല മകനാണ് എന്ന് അവൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പലതും കൺഫ്യൂസ്ഡ് ആയി. ബട്ട് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ്. കാര്യം പുള്ളി വേറൊരാളാണെന്നുള്ള രീതിയിലായിരിക്കണം ഗാന്ധി അവിടെ അതിൽ വന്നിട്ടുണ്ടാവുക. പക്ഷെ കയ്യോടെ പിടിച്ചതുകൊണ്ട് തന്നെ ഗാന്ധി തന്നെ ഇപ്പൊ വേഷം കെട്ടി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നതാണ് എന്നുള്ളതാണ് എന്റെ മനസ്സിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഫൈറ്റ് നടക്കുന്നു. ഒബിയസ്ലി ഗാന്ധി എന്തിനാണോ വന്നത് അത് റിട്രീവ് ചെയ്ത് ആ ബാഗിൽ റിട്രീവ് ചെയ്തിട്ട് പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കൂട്ടത്തിൽ ബോംബ് എക്സ്പ്ലോഷൻ നടന്നു. ഓരോ തവണയും ബോംബ് എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് മാഫിയ ശശിയുടെ ഓർമ്മ വരുന്നു. എന്താണെങ്കിലും ബോംബ് എക്സ്പ്ലോഷൻ നടന്നിട്ട് പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ ഇതിലൊന്നും അറിയാതെ ലൂഡോ കളിച്ചോണ്ടിരുന്ന മൈക്ക് മോഹന്റെ മകൻ തട്ടിപ്പോവാൻ സാധ്യതകളുണ്ട്. മേ ബി പയ്യൻ അവിടെ ഉണ്ടെന്നുള്ള വിവരം ഗാന്ധിക്ക് അറിയത്തില്ലായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷെ അതാണോ ഗാന്ധിനി സാറ്റ്സിൽ നിന്ന്, അതായത് അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് സാറ്റ്സിൽ നിന്ന് ഗാന്ധി റിട്ടയർ ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ അതാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ, മേ ബി അതൊരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം. അല്ലെ ഗാന്ധി തന്നെ ഫുള്ള് വെപ്പൺസ് കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട്, ഒരു വെപ്പൺ കൺസൈൻമെന്റ് തന്നെയുള്ള ഒരു ട്രെയിൻ ആയതുകൊണ്ട് അത് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്ത് പുള്ളി മനഃപൂർവ്വം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതോ. റിയാസൊക്കെ പറയുന്ന പോലെ ഒന്നെങ്കിൽ മനഃപൂർവ്വമായിരിക്കും അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കും, അബദ്ധം പറ്റിയായിരിക്കും എന്ന് പറയുന്ന പോലെ. ഒന്നെങ്കിൽ മനഃപൂർവ്വമായിരിക്കും അല്ലെങ്കിൽ അബദ്ധം പറ്റിയായിരിക്കും. എക്സ്പ്ലോഷൻ നടന്നു, എന്താണേലും എല്ലാവന്മാരും തീർന്നു. കൂട്ടത്തിൽ ഈ പയ്യനും മരിച്ചവരും ഗാന്ധി പിന്നീട് അറിയുകയാണെങ്കിൽ ഇനി അത് ഒരു സ്ട്രോങ് റീസൺ ആണ്. കാര്യം ബീസ്റ്റില് വീരരാഘവൻ റിട്ടയർ ആവാനായിട്ടുള്ള ഒരു സ്ട്രോങ് റീസൺ ആ കൊച്ച് തട്ടിപ്പോയതാണ് പുള്ളിയുടെ മിഷന്റെ ഇടയിൽ. അതുപോലത്തെ ഒരു റീസൺ ആയിട്ട് അതിപ്പോ നിങ്ങൾ ഇനിയിപ്പം
ഇങ്ങനെയുള്ളത് പറയുമ്പോൾ അത് കോപ്പിയാണെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പടങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുന്നത് സിനിമയിൽ ഒരു തിയറി ഓഫ് ക്ലീഷേഴ്സിൻ്റെ അകത്തൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളാണ് ഇത്തരം എലമെന്റ്സ് ഒക്കെ. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളൊന്നും കാര്യമാക്കാറില്ല. ഈ എല്ലാ പടത്തിലും രക്ഷിക്കുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ആണെങ്കിൽ ഇപ്പൊ എന്തുവാ, നമ്മൾ കണ്ടിരിക്കും, നമുക്ക് ഇഷ്ടമാണല്ലോ അതൊക്കെ. ഈ എന്താ പറയുന്നത് മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ അങ്ങനത്തെ പടത്തിലൊക്കെ എന്തുവാ കാണിക്കുന്നത്, രക്ഷിക്കുമല്ലേ. പക്ഷെ നമ്മളത് കാണുന്നുണ്ടല്ലോ. അവഞ്ചേഴ്സിൽ എന്താ കാണിക്കുന്നത്, ലോകത്തെ യൂണിവേഴ്സിനെ മുഴുവനാണ് രക്ഷിക്കുന്നത്. എന്നിട്ട് ഈ അവഞ്ചേഴ്സ് എല്ലാ പടത്തിലും രക്ഷിക്കുവാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമ്മളത് കാണും. ഇനിയും രക്ഷിച്ചാൽ ഇനി ഒരു 50 തവണ 500 തവണ രക്ഷിച്ചാലും നമ്മൾ കാണും. കാര്യം ഹീറോസ് എന്ന് പറയുമ്പോൾ അവർ രക്ഷിക്കാനുള്ളവരാണ്. അത് നമ്മൾ വിജയിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നല്ല എന്റർടൈനിങ് ആയിട്ട് രക്ഷിക്കുവാണെങ്കിൽ ഞാൻ ഇനിയും ഇരുന്ന് കാണും. അതുപോലെ ആ ഒരു ഗണത്തിൽപ്പെടുന്നതായതുകൊണ്ട് എനിക്കിതൊന്നും ഒരു ഇഷ്യൂ ആയിട്ടേ തോന്നുന്നില്ല. ഉം, അപ്പൊ എനിവേസ് ഇതില് അപ്പൊ അതുകൊണ്ടായിരിക്കാം പുള്ളി റിട്ടയർ ആവുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാരണമായിട്ട് പറയപ്പെടുന്നത് ആഹ് പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും മൈക്ക് മോഹൻ പ്രതികാരം ചെയ്തതിലോ അല്ലെങ്കിൽ പുള്ളിയുടെ മറ്റ് മിഷനിൽ എന്തെങ്കിലും ക്രോസ് ഫയർ ആയതിന്റെ, അതായത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ക്രോസ് ഫയറിൽ സ്നേഹ തട്ടിപ്പോകുന്നതിനായിട്ടാണ് ചാൻസ് എന്നാണ് ഒരു പൊതുവേ ഉള്ള ഒരു സംസാരം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹനെ കാണിക്കുന്ന ഷോട്ടിലൊക്കെ ഒന്ന് പട്ടായയിലുള്ള ചേസ് സീക്വൻസിൽ കാണിക്കുന്നുണ്ട്. മറ്റേത് ഹോസ്പിറ്റലിലുള്ള ഒരു ഷോട്ടിൽ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ഉം. അത് കഴിഞ്ഞിട്ട് പ്രസന്റ് ടൈമിൽ, അതായത് ഗാന്ധിക്ക് വയസ്സായിട്ടുള്ള ആ ഒരു സംഭവത്തില് സ്നേഹനെ കാണിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ സ്നേഹ ഈ പടത്തിൽ വടിയാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഞാനും സമ്മതിക്കുന്നു. ചിലപ്പം സംഭവിച്ചു കാണാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ മകന്റെ മരണത്തോടെ ഇവര് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതായിട്ടും വേണമെങ്കിൽ വിചാരിക്കാം നമുക്ക്. ഞാനങ്ങനെ രണ്ടാമത്തതായിരിക്കണേ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാവല്ലേ ഗാന്ധി, ഗാന്ധിക്കും വേണ്ട ഒരു കൂട്ട്. സ്നേഹ തട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രോമയായിരിക്കും. അതും നല്ലൊരു ട്രോമയാണ് കേട്ടോ. പുള്ളിക്ക് റിട്ടയർ ആവാൻ പറ്റിയ ഒരു ട്രോമയാണ്. ഭാര്യയും മകനും മരിച്ചു എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണെങ്കിൽ അതൊരു യൂഷ്വൽ സംഭവമാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുന്നേ, ആ ഒരു ഇതിലും വേണമെങ്കിൽ നമുക്ക് അത് തന്നെ പ്രോമിനന്റ് ആയിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ ക്ലോണിങ്ങിനെ എലമെന്റ് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ക്ലോണിങ്ങിനേക്കാളും കൂടുതൽ ആ ഒരു എന്താണെന്നറിയോ, ആ ഒരു ഒരു വെള്ളത്തിൽ കിടക്കുന്ന പോലത്തെ ആ ഒരു ടാങ്കിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഷോട്ടും അതിലെന്താണ് എന്തോ ആള് കിടക്കുന്നതാണോ ഒന്നും അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. അതായത് പ്യൂപ്പിളിന്റെ ഇതൊക്കെ ഈ സ്ക്രീനിൽ ഉള്ളത് കൊണ്ട് മേ ബി അതിൻ്റെ അകത്ത് ആരോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അപ്പൊ അതും പിന്നെ ഈ ലാബിലേക്കൊക്കെ കയറുന്ന പോലത്തെ ഒരു ഒരു അതായത് ഇങ്ങനെ മറ്റേ ഒരു ജമ്പർ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ജംപ് സ്യൂട്ടൊക്കെ ഇട്ട് ജംപ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു വിജയ്, സ്പാർക്കിലെ വിജയ് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ബാക്ക് ഷോട്ടൊക്കെ കണ്ടിട്ട് പുള്ളി ഇങ്ങനെ കയറുന്ന പോലത്തെ ഷോട്ട് ട്രെയിലറിലും ഉണ്ട്, ബർത്ത്ഡേ ഷോട്ട്സിലും ഉണ്ട്. അത് കാണുന്നത് കൊണ്ട് മേ ബി ക്ലോണിങ്ങിന്റെ എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ആൾക്കാരുടെ അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഉത്ഭവം, ആ ഒരു തിയറിയുടെ. അത് വെച്ചിട്ട് പിന്നെ ജെമിനി മാന്റെ ഒരു ഇതുണ്ടെന്നുള്ള രീതിയിൽ പടത്തിന്റെ ഫസ്റ്റ് ഇതിൽ തൊട്ടേ ഉള്ളതാണ്. അപ്പൊ അതും ഒക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ ക്ലോണിങ് എലമെന്റ് നമുക്ക് അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. ബട്ട് ക്ലോണിങ് എലമെന്റ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വിജയുടെ രണ്ടാമത്തെ മകൻ ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്, നാളെ തീർപ്പ് ലുക്കിൽ വരുന്നു. ലവൻ വില്ലനാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാര്യം അവനാളത്ര ശരിയില്ല. അവൻ അവൻ ആ ഡെവിൾ എന്നുള്ള ഹെൽമെറ്റ് വെച്ച് വരുന്ന ക്യാരക്ടറിന്റെ ആ ഒരു ബിൽഡ് ഉണ്ടല്ലോ, കുറച്ച് സ്ലെൻഡർ ആയിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള ഒരാൾ, ഒരു പയ്യൻ ലുക്കിലുള്ള ഒരാളാണ്. അത് മറ്റേ വിജയിനേക്കാളും കൂടുതൽ അവന്റെ ആ ഒരു ഫ്രെയിം സെറ്റ് ആയിരിക്കുന്നത് ഇവനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ പ്രശ്നക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ ക്ലോൺ ആയിരിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി ആ രണ്ടാമത്തെ മകൻ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ സ്നേഹ മരിച്ചു കഴിഞ്ഞിട്ട് കൊച്ചു ചിലപ്പോൾ സർവൈവ് ചെയ്തിട്ടുണ്ടാവാം. അത് മൈക്ക് മോഹന്റെ കയ്യിലായിരിക്കാം. അതായത് ഹീറോയുടെ നായകന്റെ മകനെ വെച്ച് തന്നെ നായകന്റെ അടുത്ത് പ്രതികാരം ചെയ്യുന്ന വില്ലൻ. അത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിലും
നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതാണ് ഗോട്ടിന്റെ ഇത്രയും ഞാൻ ഈ ട്രെയിലർ കണ്ടതിൽ വെച്ചിട്ട് ആദ്യം കണ്ടപ്പോൾ ഒരു യൂഷ്വൽ ട്രെയിലർ ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും പല പല പിന്നെ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പല എലമെന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും പടം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് എനിക്ക്. പടത്തില് ഇഷ്ടം പോലെ ഫൈറ്റ് സീക്വൻസുകളും അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് സെറ്റ് പീസുകൾ എന്തായാലും ഉണ്ട്, ആക്ഷൻ സീക്വൻസുകൾ. അതൊക്കെ തന്നെ നല്ല കിണ്ണനായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ മകൻ ക്ലോണിനേക്കാളും പെർഹാപ്സ് വിജയുടെ രണ്ടാമത്തെ മകനെ ഇവൻ വില്ലനാക്കി എടുക്കുന്ന രീതിയിലായിരിക്കും. കാര്യം ഇതിൽ വേറൊരു ഷോട്ടിന്റെ അകത്ത് ഉങ്ങളാൽ മുടിയിലെന്ന് സൊല്ലുങ്ക നാ പண்றேன்னு പറഞ്ഞുകൊണ്ട് ഇവൻ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യാന്നുള്ളത്. അത് വിജയുടെ അടുത്ത് പറയുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വിജയ് ആയിരിക്കും. വിജയുടെ അടുത്ത് എന്തിനായിരിക്കും അങ്ങനെ പറയുന്നത്? ചിലപ്പോ ഇനി അത് മൈക്ക് മോഹൻ ആണെങ്കിലോ, മൈക്ക് മോഹന്റെ ഒരു ഓൾഡ് ഗെറ്റപ്പ് ഒരെണ്ണമുണ്ട്. ഇപ്പൊ ട്രെയിലറിൽ അത് കാണിച്ചിട്ടില്ല, പക്ഷേ ഇത് ഒരു പോസ്റ്ററിന്റെ അകത്ത് അതുണ്ട്. അപ്പം മൈക്ക് മോഹനും പ്രസന്റ് വരെ സർവൈവ് ചെയ്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ മൈക്ക് മോഹന്റെ അടുത്ത് പറയുന്നതാണെങ്കിലോ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലൂടെ പോകുന്നു. ചിലപ്പോൾ വിജയ് തന്നെ ആയിരിക്കും കേട്ടോ. വിജയ് ആണോ എന്ന് എനിക്ക് അങ്ങോട്ട് ഉറപ്പിക്കാനും പറ്റുന്നില്ല. വിജയിനെ പോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട് ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന രൂപം. അത് ചിലപ്പോൾ വിജയ് ആയിരിക്കാം. ബട്ട് ഞാൻ ചുമ്മാ അങ്ങ് പറയാണ്, വെറുതെ തിയറി വീഡിയോ ആണല്ലോ, എന്ത് വേണേലും തള്ളാലോ. ഞാനങ്ങ് പറയുന്നു, പെർഹാപ്സ് മൈക്ക് മോഹന്റെ അടുത്തായിരിക്കാം പറയുന്നത് എന്ന് ഞാനങ്ങ് വിചാരിക്കുക. ആ, പിന്നെ അജ്മലിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അജ്മല് ആദ്യം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ അജ്മൽ സർവൈവ് ചെയ്യത്തില്ലായിരിക്കാം എന്നുള്ള രീതിയിലാണ്. കാര്യം അജ്മലിന് വയസ്സായിട്ടുള്ള ഗെറ്റപ്പ് കണ്ടില്ല എന്നുള്ളത്. പക്ഷെ ട്രെയിലറിനകത്ത് ഒരു ഷോട്ടിൽ നരച്ച താടിയൊക്കെ ആയിട്ട് പുള്ളിയുണ്ട്. അപ്പം അജ്മലും സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇനി അജ്മല് ബിട്രയർ ആണോ, ബിട്രയൽ സ്റ്റാർ ആണോ, അതോ ടീമിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്. ബിട്രയൽ സ്റ്റാർ ആവാനാണ് കൂടുതലും സാധ്യതയുള്ളത്. അപ്പൊ അജ്മൽ വില്ലന്റെ കൂടെയാണ്, മൈക്ക് മോഹൻ മറ്റേ യങ്ങർ വിജയ് മൈക്ക് മോഹന്റെ ടീമിലാണ്. കാര്യം അവൻ ബോംബ് എക്സ്പ്ലോഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അവൻ തന്നെയാണ് ഇതിലെ രണ്ടാമത്തെ ട്രെയിൻ സീക്വൻസിന്റെ അകത്ത് ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് ബൈക്കിൽ ഒരു മെട്രോ ട്രെയിനിനെ ചേസ് ചെയ്ത് വന്ന് അതിന്റെ അകത്തോട്ട് ബൈക്ക് അടിച്ച് കയറ്റുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പം മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത്. അത് ഇവര് മാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റേഡിയത്തില്, ചേപ്പോക്ക് സ്റ്റേഡിയത്തിന്റെ റൂഫിലോട്ട് നമ്മുടെ ഗാന്ധി ബൈക്ക് ഓടിച്ച് കയറ്റുന്നത്. അപ്പം ഈ യങ്ങർ വിജയിനെ, അതായത് തീരെ പ്രായം കുറഞ്ഞവനെ നമുക്ക് അനിയൻ ബാവ എന്ന് വിളിക്കാം. മറ്റേ സ്പാർക്കിലെ വിജയിനെ ചേട്ടൻ ബാവ എന്ന് വിളിക്കാം. അപ്പൊ അനിയൻ ബാവ ഈ മെട്രോ ഇതിന്റെ അകത്തോട്ട് വണ്ടി ഓടിച്ചു കയറ്റുന്ന, ബൈക്ക് ഓടിച്ചു കയറ്റുന്ന ഇതുണ്ട്. അതിന്റെ അകത്തപ്പോ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്, ഗാന്ധിയുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഗാന്ധിനെ എടുത്തിട്ട് സീറ്റിലോട്ട് ഇങ്ങനെ ചാക്കൊക്കെ ഇറക്കി വെക്കുന്ന ഇങ്ങനെ എടുത്തിടുന്നതിന്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. ഗാന്ധി മാസ്റ്റർ സ്റ്റൈലില് മറ്റേ ട്രെയിനിൽ പിടിച്ചു നിൽക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ, അതിനെന്ത് പറയുന്ന ആ കമ്പി വിത്ത് സ്ട്രാപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, നമുക്കിങ്ങനെ പിടിച്ച് എഴുന്നേക്കാനും പിടിച്ച് നിൽക്കാനും ഒക്കെ ഉള്ള അതിൽ പിടിച്ചിട്ട് പുള്ളി ചാടി ഇവന്റെ തലക്കിട്ടൊന്നും ചവിട്ടുന്ന ഒരു ഇങ്ങനെ അടിക്കുന്ന ഒരു കിക്ക് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അന്നേരം നോക്കുവാണെങ്കിൽ ഇവൻ ഇങ്ങനെ നേരെ നടന്നു പോവാണ്, ഗാന്ധിനെയും കടന്നു നടന്നു. അപ്പൊ അവൻ നടന്നു പോകുന്നത് വേറൊരാളുടെ അടുത്തോട്ടാണ്. അപ്പം ഈ ഗാന്ധിയുടെ കൂടെ ഒരാളുണ്ടായിരിക്കും. ഒരു ഷോട്ടില് ജയറാമിനെ പോലെ തോന്നി എനിക്ക് ഗാന്ധിയുടെ ബാക്കിൽ നിൽക്കുന്ന ആളെ. അപ്പം പെർഹാപ്സ് ജയറാമും ഗാന്ധിയും കൂടെ ആയിരിക്കാം ട്രെയിനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ജയറാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും ആവാം മേ ബി അനിയൻ ബാവ വന്നത്. ഇതേ അനിയൻ ബാവ തന്നെ മറ്റേ എംബസി ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, എംബസിയോ ആർട്ട് ഗാലറിയോ, പടം വരുമ്പോ അറിയാവുന്നതാണ്. എംബസി ആണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അല്ല ഇനിയിപ്പം എല്ലാം തെറ്റിച്ച് ബാങ്ക് ആണെങ്കിലും എന്താണേലും ഹോസ്റ്റൽ നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് ഗാന്ധി പോയ ആ സംഭവം, അതില് മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഒരാള് ഗാന്ധിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് ഇവര് മാച്ച് ചെയ്തിരിക്കുന്നത് പട്ടായയിലുള്ള നമ്മുടെ ഗാന്ധിയുടെ ഫൈറ്റ് സീക്വൻസ്, ഒരുത്തനെ ഇങ്ങനെ ചാടി തൊഴിക്കുന്നതുമായിട്ടാണ് ഇവര് മാച്ച് ചെയ്തിരിക്കുന്നത്. അതില് ഈ അനിയൻ ബാവ ചെറുക്കൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവന്റെ ആ ഒരു ബിൽഡേ കുറച്ചുകൂടെ മറ്റവനേക്കാളും കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ്. അവന്റെ ഹെയർ സ്റ്റൈൽ ഇച്ചിരി ഡിഫറെന്റ് ആണ്. ഇച്ചിരി ചുരുണ്ട മുടിയായിട്ടൊക്കെയാണ് ഇങ്ങനെ ഉള്ളത്. പിന്നെ അവൻ മാസ്ക് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അവന്റെ മുഖം കാണിക്കാത്ത ഷോട്ടുകളിൽ
പലതിലും ഡെവിൾ എന്ന് എഴുതിയിരിക്കുന്ന ഹെൽമെറ്റ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവൻ അവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മെയിനായിട്ട്. ഉം, പിന്നെ എന്താണ് പറയാനുള്ളത്? ഈ ലാബിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇതിലത് മറ്റേ ബോംബിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ബോംബ്. അപ്പൊ ആ ബോംബ് ഇങ്ങനെ മറ്റേ നമ്മുടെ വൈഭവിന്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരു കണ്ടെയ്നറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്ന ഒരു ഇതുണ്ട്. അത് അതിപ്പം പെർഹാപ്സ് ഒരു കുറച്ച് ഇത്തിരി റേഡിയോ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഇത്തിരി വീര്യം കൂടിയ സംഭവമായിരിക്കും. അതുകൊണ്ടായിരിക്കും അതങ്ങനത്തെ പ്രത്യേക കണ്ടെയ്നറുകളുടെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. ആ ഒരു കേസിങ്ങിന്റെ അകത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്ന ഷോട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയ ലാബായിരിക്കുമോ ഇവൻ മറ്റേ ജംപ് സ്യൂട്ടൊക്കെ ഇട്ട് പോകുന്ന ഷോട്ട് കാണിച്ച ആ ഒരിത് അങ്ങനത്തെ ആ ലാബിന്റെ സെറ്റപ്പാണോ എന്നും ഒരു സംശയം എനിക്ക് തോന്നാറില്ല. പെർഹാപ്സ് അതുമായിരിക്കാം. ഇതില് ഈ ചേട്ടൻ ബാവയുടെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ബാവയാണ് വില്ലൻ എന്നുള്ള ഒരു ഇതുകൊണ്ട്. കാര്യം ഒരു ഇതിൻ്റെ അകത്ത് യു തിങ്ക് യു ക്യാൻ സ്റ്റോപ്പ് മീ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് മീ എന്ന് പറഞ്ഞിട്ട് വോക്കി ടോക്കിയിലൂടെ പറയുന്ന ഒരു ഇതുണ്ട്. അത് വിജയുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് തിയറി. ബട്ട് അതൊരു നല്ല പോസിബിലിറ്റി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എന്തുകൊണ്ട് അനിയൻ ബാവയുടെ അടുത്ത് പറഞ്ഞുകൂടെ, അനിയൻ ചെറുക്കന്റെ അടുത്ത് പറഞ്ഞാണെങ്കിലും. അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം ചെയ്തത് ചേട്ടനും അനിയനും കൂടെ ഒരുമിച്ചാണ് എന്നുള്ള അവരൊരു മങ്കാത്ത ആട്ടം ആടിയതാണെന്ന് പറഞ്ഞാൽ അതും കൊള്ളായിരിക്കും, നല്ലൊരു ട്വിസ്റ്റ് ആയിരിക്കും. എന്തായാലും ആ രണ്ട് ഇതും ഞാൻ തള്ളിക്കളയുന്നില്ല, രണ്ടും ഞാൻ വെക്കുകയാണ്. ഒന്നെങ്കിൽ അവൻ വില്ലന്റെ അടുത്ത് പറഞ്ഞതായിരിക്കണം, മൈക്ക് മോഹനോ അല്ലെങ്കിൽ മറ്റേ വിജയോ, അനിയൻ ബാവയുടെ അടുത്തോ പറയുന്നതായിരിക്കും യു തിങ്ക് യു ക്യാൻ സ്റ്റോപ്പ് മീ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പുള്ളിയുടെ തന്തയുടെ അടുത്ത് തന്നെ ഗാന്ധിയുടെ അടുത്ത് പറയുന്നതും ആവാം. എന്താണെങ്കിലും എന്തായാലും അവനെ ഫ്രെയിം ചെയ്തിരിക്കുന്നെന്ന് പറയാൻ കാര്യം ഒരു ഷോട്ടിന്റെ അകത്ത് പ്രഭുദേവയുടെ മുമ്പിൽ പുള്ളി ഇരിക്കുന്നുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ തല വെട്ടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് ഗാന്ധിയുടെ എൻട്രിയിൽ ഗാന്ധിനെ കണ്ടുകൊണ്ട് നോക്കുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അവന്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് ഗാന്ധി പുള്ളിനെ രക്ഷിക്കാൻ വരുന്നത് കണ്ടിട്ട് പുള്ളി ഇങ്ങനെ ചിരിക്കുന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം വേറൊരു ഷോട്ടിന്റെ അകത്ത് ഗാന്ധി ഈ പ്രഭുദേവയുടെ ഒക്കെ അടുത്ത് ഗണ്ണ് ചൂണ്ടി നിൽക്കുന്നുണ്ട്. ഗാന്ധിയുടെ പുറകിലുള്ളത് നമ്മുടെ പാർവതി നമ്പ്യാർ, എന്താ പുള്ളിക്കാരുടെ പേര്, പാർവതി നായരും പിന്നെ വെങ്കട് പ്രഭു പടങ്ങളിലൊക്കെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ അരവിന്ദ്, മറ്റേ എന്താണ് അതിൻ്റെ അകത്ത്, നമ്മുടെ നന്ദനത്തിന്റെ അകത്തെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പുള്ളി, അരവിന്ദ് എന്നാന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. പുള്ളി ചെന്നൈ 22 പിന്നെ ഈ ഗോവയ്ക്കകത്തൊക്കെ ഉണ്ട്. വെങ്കട് പ്രഭുവിന്റെ സ്ഥിരം ആളാണ്. വൈഭവ് ഒക്കെ, പ്രേംജി ഉണ്ട് ഇതുപോലെ പറഞ്ഞ പോലെ പുള്ളിയുടെ അനിയൻ. അപ്പം ആ ഒരു ഷോട്ടിന്റെ അകത്ത് ഇങ്ങനെ ഈ ചേട്ടൻ ബാവ ഗാന്ധിയുടെ പുറകില് ഇങ്ങനെ 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 ഇച്ചിരി എന്താ പറയുക മറഞ്ഞു നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഗാന്ധി ആണെങ്കിൽ ഗൺ പോയിന്റിൽ ഇങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ പ്രഭുദേവയുടെ കൂടെ ഓബിയസ്ലി സാക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അവരെയൊക്കെ നേരെ ഗാന്ധി ഗണ്ണ് പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പം മകനെ അവിടെ നിന്ന് ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന സീനായിരിക്കണം അത്. അങ്ങനെ അവനെ രക്ഷിച്ചുകൊണ്ട് പോകണമെങ്കിൽ മകൻ തെറ്റ് ചെയ്തിട്ടില്ല, അവൻ ഫ്രെയിം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവന്റെ ഇൻഫർമേഷൻ എടുക്കാൻ ഗാന്ധി തന്നെ അവനെ രക്ഷപ്പെടുത്തുന്നതും ആവാം. എനിക്ക് തോന്നുന്നത് അവൻ ഫ്രെയിം ചെയ്യപ്പെടുകയാണ്, അതുകൊണ്ട് അങ്ങനെ പുള്ളിക്ക് ബോധ്യമുള്ളതുകൊണ്ട് പുള്ളി അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. മകന്റെ ഹെൽപ്പും കൂടെ വേണം ഈ ടോട്ടൽ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതുകൊണ്ട്. അതായത് ഇവർ ഈ ബോംബ് വെക്കുന്ന പ്ലാൻ, ബോംബാണെങ്കിൽ തോട്ടിലോട്ടൊക്കെ എടുത്തിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് ആ തോട്ട് ഒരു ചെറിയൊരു ബ്രിഡ്ജിന്റെ കീഴിലോട്ടാണ് ഇടുന്നത്. മേ ബി അത് ആ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേട്ടുള്ള വഴികളിൽ ഒരെണ്ണം അതിന് ചുറ്റും ഇങ്ങനെ ബോംബ് വെച്ചിട്ട് എസ്കേപ്പ് റൂട്ടൊക്കെ പൊട്ടിച്ച് തകർത്തില്ലാണ്ടാക്കി ആ സ്റ്റേഡിയത്തിൽ ആ ബോംബ് പൊട്ടുവാണെങ്കിൽ അതിന്റെ ആ ഒരു ഇമ്മീഡിയറ്റ് റേഞ്ചിൽ എല്ലാവരും വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരിക്കണം. അപ്പൊ അതിന് ചുറ്റുമുള്ള രക്ഷപ്പെടാനായിട്ട് ആൾക്കാർക്കുള്ള റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ഈ ഓരോ പോയിന്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോംബുകൾ ഇട്ട് അത് തകർത്തിട്ട് പിന്നെ മെയിൻ ബോംബ് പൊട്ടിച്ച് എല്ലാരെയും കൂടെ കൂട്ടത്തോടെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ ഒരു റേഞ്ച്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പാലം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നേ, ഇപ്പൊ ആഹ്, ഒരു കൊൽക്കത്ത ബ്രിഡ്ജ് ഒക്കെ പറയുന്ന പോലെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാലമായിട്ടൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നില്ല. ഒരു ചെറിയ ഇടവഴി പോലത്തെ ഒരു പാലമായിട്ടൊന്നും തോന്നി. അപ്പൊ അത് പ്രോബബിലി ഇങ്ങനെ ആൾക്കാർക്ക് സ്റ്റേഡിയത്തിൽ വരുന്ന ആൾക്കാർക്ക് മെയിൻ റോഡിലോട്ട് കടക്കാനായിട്ട് പോകുന്ന ഒരു ഒരു പാലം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അതിന് ചുറ്റുമുള്ളത് ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെ അതായിരിക്കണം പ്ലാൻ. ഈ ചേട്ടൻ ബാവയുടെ കാര്യത്തിൽ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഒരു ഇതിന്റെ അകത്ത് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ചാനലിന്റെ അകത്ത് ഞാൻ കണ്ട ബ്രേക്ക് ഡൗണിന്റെ അകത്ത് പുള്ളി ഇങ്ങനെ പറയുകയാണ്. ഉം, അത് തുടക്കം തൊട്ട് ആ വീഡിയോക്കകത്ത് ഫുള്ള് പുച്ഛമാണ്. വിജയുടെ പടമാണല്ലോ, അതുകൊണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അവനത് തുടക്കം തൊട്ടേ നല്ല പുച്ഛമാണ്. അപ്പൊ ഞാൻ അവിടെ എന്തിനാണ് പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ട്രെയിലറിന് റിയാക്ട് ചെയ്യുന്നത്. വ്യൂസ് നിർബന്ധമാണല്ലോ, വ്യൂസ് മുഖ്യം ബിഗിലെ, അതുകൊണ്ടായിരിക്കും. ഉം. ഞാൻ എന്റെ ഒരു റാന്റ് പറഞ്ഞാണ് കേട്ടോ. എന്താണേലും അതിന്റെ അകത്ത് പുള്ളി പറഞ്ഞൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്പാർക്കിലെ വിജയുടെ ലുക്കും ഈ ട്രെയിലറിനകത്ത് കാണിക്കുന്ന അതേ ക്യാരക്ടറിന്റെ ലുക്കും ഭയങ്കര ഡിഫറെന്റ് ആണ്. അതും അതിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്ന ആള് ഈ ട്രെയിലറിന്റെ അകത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു സീരിയസ്നെസ് ഇല്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ വേറെയാണ്. അപ്പൊ പുള്ളി ഒരു ക്ലോൺ ആയിരിക്കാം എന്നുള്ള രീതിയിൽ, അതായത് അത് രണ്ടും രണ്ടാൾക്കാരാണെന്നുള്ള രീതിയിൽ ഞാൻ അന്നേരം ഓർത്ത് എനിക്ക് ചിരി വന്നു. കാര്യം സ്പാർക്കിന്റെ അകത്തെ പുള്ളിയുടെ ലുക്ക് അവര് VFX ഇംപ്രൂവ് ചെയ്തിട്ട് ട്രെയിലറിന്റെ അകത്ത് കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്തതാണ്. അത് വെങ്കട് പ്രഭു തന്നെ പറയുന്നുണ്ട്. കാര്യം സ്പാർക്കില് അത് അങ്ങനെ ഇത്തിരി അമൽ ഡേവിസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ട്രോള് വന്നു. കാര്യം അത് അതിന്റെ അകത്ത് ഒട്ടിയ മുഖമായിട്ടാണ് അതിന്റെ അകത്തുള്ളത്. ഇച്ചിരി അത് കാര്യം നമ്മുടെ ഇവരുടെ VFX എങ്ങനെ അവര് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഏജ് അനുസരിച്ച് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ കവളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇത്തിരി സ്കിന്നി ആയിരിക്കും. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഇത്തിരി കുറച്ചുകൂടെ മുഖമൊക്കെ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ ചബ്ബി ആയിട്ട് വരും നമ്മുടെ. അപ്പൊ ആ ഒരു ഇത് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രായം അത് എത്രയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. 20s ഒരു ഏജ് ആയിരിക്കണം ഈ നമ്മുടെ ചേട്ടൻ ബാവയുടേത്. അപ്പൊ ആ ഒരു ഏജ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരാ ഒരു ഇത്രയും ഇത്തിരിയുടെ സ്കിന്നി ആയിട്ട് അത് കൊടുത്തതാണ്. പക്ഷെ അതപ്പം അമൽ ഡേവിസ് പോലെ ആയിപ്പോയി. ഇതിലിപ്പോ എനിക്ക് അത് മീമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓർത്തു, ഈ UD സുകുമാരിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ പറയുകയും ചെയ്തു. അതായത് ഈ ഇതിലിപ്പം ബോഡി ഷെയിം ചെയ്യുന്നത് വിജയിനെയാണോ അതോ അമൽ ഡേവിസിനെയാണോ? കാര്യം അമൽ ഡേവിസിനെ പോലെ ഉണ്ടെന്ന് പറയുമ്പം അമൽ ഡേവിസിനെ കാണാൻ കൊള്ളത്തില്ലെന്നുള്ള ഒരു മീനിങ് അല്ലേ ഇതില്. ഇതിലിപ്പോ ആരെയാ ബോഡി ഷെയിം ചെയ്യുന്നത് ഇവരുദ്ദേശിക്കുന്നത്? അവരുദ്ദേശിക്കുന്ന വിജയിനെയാണ്. പക്ഷെ അമൽ ഡേവിസിനെ കൂടെ കളിയാക്കുന്ന പോലെ ഇല്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നതാണ്. ചുമ്മാ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇട്ട് തരികയാണ്. അപ്പൊ എന്തായാലും ഈ ഡീകോഡ് ചെയ്ത് പുള്ളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു അത് ആ VFXന്റെ ഒരു ഡിഫറൻസ് ആണ്. അല്ലാണ്ട് ആ ഒരു ഇപ്പം ഒരേ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊക്കെ സീരിയസ് ആവും. അല്ലാത്ത സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യത്തില്ലേ? അതുപോലെ പുള്ളി മീനാക്ഷി ചൗധരി ആയിട്ടുള്ള ഇതിലൊക്കെ ആ മാളിൽ കറങ്ങി നടക്കുന്ന ഇതിന്റെ അകത്തൊക്കെ പുള്ളി സ്പാർക്ക് പാട്ട് പാടി നടക്കുന്നു. അവിടെ മാളിലൊക്കെ ചുറ്റി നടക്കുന്നു. പല ഷോട്ടുകളുണ്ട് മോളിലുള്ളത്. അതിലങ്ങനെ ചുറ്റി നടക്കുന്നു. അതിൽ പുള്ളി ഫ്രീ ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നി. അല്ലാണ്ട് ഇത് രണ്ടും രണ്ടാളാണ് അതുകൊണ്ട് പുള്ളി ക്ലോണാണ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി റീച്ചല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെയും അതുപോലെ തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു ഇത് ഞാൻ കണ്ടത്, അതായത് എന്നോട് ഒരാൾ പറഞ്ഞത്, എടാ VFXന്റെ ഇതില്, അതായത് ആ ചേട്ടൻ ബാവയുടെ ഇതില് കുറച്ച് ഇതിന്റെ അകത്തൊക്കെ പുള്ളിയുടെ മുഖം ഇച്ചിരി വേറെ രീതിയിൽ ഇരിക്കുന്നേ. അപ്പൊ അത് പെർഹാപ്സ് ഒരു ക്ലോൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെ അവർ മനഃപൂർവ്വം വെച്ചായിരിക്കും. എനിക്ക് തോന്നുന്നത് മേ ബി ആ VFX വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവാഞ്ഞതിന്റെ ഒരു ചെറിയ പോരായ്മയായിരിക്കാം അത്. അല്ലാണ്ട് അത് ക്ലോൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ വെച്ചതാണോ, അത്രയ്ക്ക് ബ്രില്യന്റ് ആണോ എന്നുള്ളത്, അത്രയ്ക്ക് ബ്രില്യൻസ് ഒക്കെ ഉണ്ടോ അതില് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്ന അതാണ്. VFX ചെയ്തിരിക്കുന്ന ലോല VFX ആണ്.
അവര് എൻ ഗെയിം, ഇൻഫിനിറ്റി വോർ, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി, ക്യാപ്റ്റൻ മാർവലിനൊക്കെ വർക്ക് ചെയ്തവരാണ്. അവര് തന്നെയാണ് ഇന്ത്യൻ ടൂവിനും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ടൂവിലെ VFX നമ്മൾ കണ്ടായിരുന്നല്ലോ. നന്ദു പൊതുവാളുടെ ശരീരത്തിൽ കൊണ്ടുപോയി നെടുമുടിയോടുകൂടെ കൊണ്ടുവച്ചിട്ട് അത് നല്ല വിയേഡായിരുന്നു. അത് അവരെന്താ പറയുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം. ഇവർക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പൈസേനേക്കാളും കൂടുതൽ VFXന്റെ എമൗണ്ടുകളൊക്കെ പലരും എന്താ പറയുക, വലിയ ശമ്പളം പകുതിയും വിജയ് കൊണ്ടുപോകണം, പിന്നെ എങ്ങനെ VFX പൂർണ്ണമാകും എന്ന് പരാതി പറയുന്നവരുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് അറിയാമല്ലോ വിജയ് ഇത്രയും ശമ്പളം പറയുന്നുണ്ട് പടം പോകുന്നതിന് മുന്നേ തന്നെ. അപ്പൊ അവര് അത് പ്ലാൻ ചെയ്തിട്ടാണല്ലോ ആ കോസ്റ്റും ഡി ഏജിങ്ങിന്റെ VFXനും നല്ല കോസ്റ്റ് വരും. അവരവിടെ പോയി കണ്ടതാണ്. അപ്പം ഓബിയസ്ലി അവർ ആ കോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവരത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് ടൈം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഘടകമാണ്. കാര്യം അവരത് ഇപ്പൊ ഈ ഒരു വിജയ് പടങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി റിലീസ് ഡേറ്റ് ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ഇന്ന ടൈമിൽ പുള്ളി പടം ഇത്ര ടൈമിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പടം ഇന്ന ടൈമിൽ റിലീസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സ്കെഡ്യൂൾ വെച്ച് പോകുന്ന മനുഷ്യനായതുകൊണ്ട് ആ ഒരു ടൈമിനനുസരിച്ച് ഇവർക്ക് ആ VFX കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് മേ ബി അവർ, അത് ഇവിടെ മാത്രമുള്ള പ്രശ്നമല്ല. നിങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്ന ഹോളിവുഡ് കമ്പനികളിൽ, മാർവൽ പടങ്ങളിലടക്കം ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ അകത്തെ VFX ഒക്കെ ചില ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോട്ടെ, ലവ് ആൻഡ് തണ്ടറിന്റെ അകത്തുള്ള VFX കണ്ടാലും നല്ല ബുദ്ധിമുട്ടാണ്. അതായത് ഹെയിംഡാലിന്റെ മകനായിട്ട് വരുന്ന ക്യാരക്ടറിന്റെ VFX ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സൈക്കിളില്ല എന്നുള്ള രീതിയിൽ ഉള്ള VFX ഒക്കെ അവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് അവിടെ ടൈം കൊടുക്കുന്നില്ല. ഇവർ ഈ റിലീസ് ഡേറ്റ് ഓൾറെഡി എല്ലാം അനൗൺസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. കാര്യം ആ ഡേറ്റ് അവർക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. മാക്സിമം ആ ഡേറ്റ് തന്നെ ആ പടം ഇറക്കണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് അപ്പൊ അതിപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരുന്നതാണ്. ഈ ലോല തന്നെയാണ് കൽക്കിയുടെ അകത്തും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലും ഈവൻ VFXന്റെ ഇതൊക്കെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പടം അൾട്ടിമേറ്റ്ലി എന്താ പറയുന്നത്, നല്ല ഇതായതുകൊണ്ട് തന്നെ, നല്ലൊരു അറ്റംപ്റ്റ് ആയതുകൊണ്ടും നല്ല ഇതാണെങ്കിൽ നമ്മൾ കുറെയൊക്കെ നമ്മൾ ഫൊഗീവ് ചെയ്യും. പടത്തിന്റെ സ്ക്രിപ്റ്റിലും കാര്യങ്ങളൊക്കെ പ്രഭു അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത പാട്ടുകളൊക്കെ ഒരുപാട് കുത്തിക്കയറ്റി കൊണ്ടുപോയി വെക്കാതിരുന്നാൽ മതിയായിരുന്നു. 2 മണിക്കൂർ 55 മിനിറ്റും എന്തോ ആണ് ഇതിന്റെ റൺ ടൈം പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂറിനടുത്ത് പടമുണ്ട്. അപ്പം അതിൽ എന്തുമാത്രം പാട്ടുകളൊക്കെ വരും എന്നുള്ളത്, പാട്ടുകളുടെ അവസ്ഥ പിന്നെ നമുക്കറിയാമല്ലോ. പാട്ടുകളൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ വിസിൽ പോഡ് വരുന്നത് ഇവരുടെ ആ മറ്റേ സെർവർ റൂം മിഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ആയിരിക്കാം വിസിൽ പോഡ് വരുന്നത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ ചിന്ന ചിന്ന കൺകൾ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പിന്നെന്ത് പാട്ടാണ് സ്പാർക്ക്, ചേട്ടൻ ബാവ വിജയുടെ മീനാക്ഷി ചൗധരിയുമായിട്ടുള്ള റൊമാൻസിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്ത് പാട്ടാണുള്ളത്? ഇനി എന്തോ 2 പാട്ടുകൂടെ ഏതാണ്ട് ഉണ്ടെന്നാണ് കേട്ടത്. ഒന്ന് തൃഷ വരുന്ന പാട്ടുണ്ടെന്ന് പറയുന്നു. അത് ഐറ്റം നമ്പർ ആണെന്ന് പറയുന്നവരുണ്ട്. അതെനിക്കറിഞ്ഞൂടാ. ഐറ്റം നമ്പർ ആണോ ഡാൻസ് നമ്പർ ആണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും തൃഷ വരുന്നുണ്ട്, ഒരു ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതൊരു പാട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് കൂടെ ഉണ്ട്, അതേതാണോ ഉണ്ട്. ഈ പാട്ടുകളെല്ലാം കൂടെ സ്പാർക്കൊക്കെ പടം കഴിഞ്ഞു കഴിഞ്ഞിട്ട് തെറിയുടെ ഒക്കെ ക്രെഡിറ്റ്സ് റൺ ചെയ്യുമ്പോൾ മറ്റേ എമി ജാക്സൺ ആയിട്ടുള്ള പാട്ട് വെച്ച പോലെ അങ്ങനത്തെ വല്ലതും ആയാൽ മതിയായിരുന്നു എന്ന് ഞാനിങ്ങനെ ആശിക്കുകയാണ്. പിന്നെ വിജയുടെ കോമഡിയൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കോമഡിയൊക്കെ ഇച്ചിരി വാരിസ് കോമഡി പോലെ ആവുമോ എന്നുള്ളൊരു ചെറിയ ഭയം എനിക്കുണ്ട്. പിന്നെ വിജയ് എലമെന്റ്സും റെഫറൻസസും ഇല്ലാത്ത പടം ലിയോയ്ക്കകത്ത് അതൊരു പ്രശ്നമായിട്ട് വന്നുപോയി. അത് ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് ആ ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഒക്കെ അവിടെ കൊണ്ടുവച്ചു. അത് നമ്മളൊക്കെ അത് എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരേ കാര്യങ്ങൾ റെഫറൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പുള്ളിയുടെ ഇതിന് മുമ്പത്തെ പഴയ പടങ്ങളൊക്കെ വല്ലതും എടുത്ത് റെഫറൻസ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ യൂത്തിന്റെ അകത്തൊക്കെ പോലത്തെ വല്ല ഇതും വല്ല സീനും എടുത്തോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെഫറൻസ് വെക്കുവോ, അല്ലെങ്കിൽ തുള്ളാതെ വനം തുള്ളുന്നത്തെ റെഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതായിരിക്കും. ഈ കത്തി ഇതിനകത്തൊക്കെ അറ്റ്ലി സിനിമകളുടെ അകത്തെ ബബിൾ ഗം വായിലിടുന്നതും AR മുരുകദോസിന്റെ ഐ ആം വെയിറ്റിംഗ് ഒക്കെ
ഒരുപാട് കാണുന്ന ആയതുകൊണ്ട് എനിക്ക് ആ ട്രെയിലറിൻ്റെ അകത്ത് മറ്റേ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഇത് വെച്ചിട്ട് പ്ലാൻ ബി തൊട്ട് സെഡ് വരെ ഉണ്ടെന്ന് ജയറാമിന്റെ അടുത്ത് പറയുന്നത്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തമിഴിൽ അവർ വെച്ചില്ല. കാര്യം വെങ്കട് പ്രഭു ഗില്ലി റെഫറൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതി. പക്ഷെ എനിക്ക് ഗില്ലി റെഫറൻസിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മിഷൻ ഇമ്പോസിബിളിന്റെ സാധനമാണ്. അതൊരു കൊള്ളായിരുന്നു, അതൊരു യുണീക്ക് വെങ്കട് പ്രഭു സാധനമാണ്. അങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ളത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ എൻ്റെ ആഗ്രഹം അതാണ്. ഇങ്ങനത്തെ ഈ ബബിൾഗം വായിലിടുന്നതും ഐ ആം വെയിറ്റിങ്ങും ഒക്കെ കൊണ്ടുവരുന്നതിൽ കാര്യം അതൊക്കെ ഒരുപാട് പടത്തിൽ കണ്ട് എല്ലാത്തിലും നിൽക്കുമ്പോൾ ഒരു മടുപ്പാണ്. നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാര്യം എനിക്ക് ലിയോയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ പാർത്ഥിപൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറും ആ ഒരു ഇത് ഭയങ്കര യുണീക്ക് ആയിട്ട് എനിക്ക് തോന്നി. മാസ്റ്ററിൽ ലോകേഷ് അതുപോലെ നല്ല കിടിലമായിട്ട് ജെ ഡി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആ ഒരു ഫസ്റ്റ് ഇതിൽ വരുമ്പോഴത്തേക്ക് പുള്ളി ഒരു ഭയങ്കര യുണീക്ക് അല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, പിന്നെ അതൊരു ടിപ്പിക്കൽ ഇതിലോട്ടങ്ങ് പോയത് എനിക്ക് സങ്കടമായി അത് കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷെ എന്നാലും നമ്മളത് എൻജോയ് ചെയ്തു ഓബിയസ്ലി. അതുപോലെ ഇതിലും വെങ്കട് പ്രഭുവിൻ്റെതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് കൊണ്ടുവരും എന്നുള്ളത് എൻ്റെ എക്സ്പെക്ടേഷൻ. പിന്നെ അപ്പൊ ഈ പ്ലാൻ ബി തൊട്ട് സെഡ് വരെ ഉണ്ടെന്ന് പറയുന്നതിന്റെ ഇതിലാണ് പുള്ളിയുടെ പ്ലാൻ സെഡ് അല്ലെങ്കിൽ പ്ലാൻ ബി ആയിരുന്നു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് മിഷൻ ഇമ്പോസിബിൾ സ്റ്റൈലിലെ പാരച്യൂട്ട് എടുത്ത് ചാടുന്ന ഇത്. പിന്നെ ഇതില് പിന്നെന്താണ് പറയാനുള്ളത്, മകൻ ഇപ്പം ഈ ലാസ്റ്റ് മകൻ നന്നായി അപ്പന്റെ കൂടെ ചേരുന്ന മൈക്ക് മോഹനെ വകവരുത്തുന്നതാണോ അതോ അവൻ വില്ലനായിട്ട് തന്നെ നിൽക്കുന്നതാണോ? വില്ലനായിട്ട് നിൽക്കുവാണെങ്കിൽ അതൊരു യുണീക്ക് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അവൻ നന്നാവുകയാണെങ്കിൽ അത് നന്നായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ആ ചെറുക്കൻ എന്താ പറയുന്നത് നെഗറ്റീവ് ഇതായിട്ട് തന്നെ നിൽക്കുവാണ്. അവിടെ ഉണ്ടല്ലോ ജെമിനി മാനുമായിട്ടുള്ള ആ ഒരു ബന്ധം വരുന്നത്, അതായത് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് അവിടെയാണ്. വെങ്കട് പ്രഭു ജെമിനി മാനിന്റെ ഇതുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല, അത് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞ് എന്നോട് പറയും എന്നുള്ളതാണ് പുള്ളി പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞത്. ബട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കാം. കാര്യം ജെമിനി മാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, നല്ലൊരു പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഒരു ഡിഫറെന്റ്, അതായത് വിൽ സ്മിത്തിനെ തട്ടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ തന്നെ ഒരു ക്ലോണിനെ കൊണ്ടിരുന്നു. അതിൽ മൾട്ടിപ്പിൾ ക്ലോണുകളും ഉണ്ട്. അതാണ് അതിന്റെ, സോറി ഫോർ സ്പോയിലർ ഉണ്ടെങ്കിൽ ഇനിയിപ്പം സാരമില്ല ഇരിക്കട്ടെ. അതായത് മെയിൻ ആയിട്ടൊരു ക്ലോൺ ഉണ്ട്, ഒരു 20s ഉള്ള ഒരു വിൽ സ്മിത്തിനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിൽ അവരെ ഡി-ഏജിങ് അതിൻ്റെ അകത്താണ് പ്രോപ്പർ ഒരു ഇതായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് മേ ബി ഡി-ഏജിങ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഹോളിവുഡ് പടമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ടെക്നോളജി ഒരു ഇത്രയും ഇതിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തൊരു പടമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ അതും ഇച്ചിരി അൺകാനിയാണ്. കാര്യം കുറച്ച് മറ്റേ വിൽ സ്മിത്തിന്റെ ഇത് ചില ഇതിലൊക്കെ നോക്കുമ്പോൾ ഇത്തിരി ഇമോഷൻലെസ് ആണെന്നുള്ള ഒരു ഫീലിംഗ് വരും. ഇത് ഈ സ്പാർക്കിൽ ഐ മീൻ ഈ ഗോട്ടിലെ ഡി-ഏജ് ചെയ്ത വിജയ് ക്യാരക്ടറിനും ഫേസ് ചെയ്യാൻ പോകുന്ന സെയിം സിറ്റുവേഷൻ ആണ്. ഇച്ചിരി ആനിമേറ്റഡ് ആണെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഹ്യൂമൻ ഫേസ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അത് ഡി-ഏജ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം തന്നെയായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. അപ്പൊ അതില് ഈ മറ്റേ വിൽ സ്മിത്തുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാലും ഈ വില്ലന്റെ കയ്യില് ഈ വിൽ സ്മിത്തുകളുടെ ഒരു ക്ലോൺ ഉണ്ട്. കാര്യം അവരുടെ ഏജൻസിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ ക്ലോൺ ഉണ്ടാക്കി പുള്ളി റിട്ടയർ ആകുമ്പോൾ പുള്ളീനെ തന്നെ തട്ടാൻ വിടുന്നതാണ് അതിന്റെ ജെമിനി മാന്റെ കഥ. ആ ഒരു കഥ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാര്യം ഇപ്പം ഹിസ്റ്ററി ഓഫ് വയലൻസ് ആണ് ലിയോയുടെ ഒരു കഥ ഇതിവൃത്തം. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല ആ വിജയനെ കാണുമ്പോൾ. എനിക്ക് ഹിസ്റ്ററി ഓഫ് വയലൻസ് കണ്ടപ്പം ആ പടം അതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാലും സൂപ്പർ ആയേനെ. കാര്യം അത് ഒരു പക്ക കൊമേഴ്ഷ്യൽ പടം അല്ലായിരുന്നു. അത് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ സ്റ്റൈല് ഡിഫറെന്റ് ആണ്. ഇച്ചിരി നേരമേ ഉള്ളൂ, ഭയങ്കര ക്വിക്ക് ആയിട്ടാണ് അതിന്റെ എല്ലാ ഇവന്റുകളെല്ലാം തീരുന്നതൊക്കെ, ബ്രൂട്ടലാണ്. ആ ഒരു സംഭവം തന്നെ ഇതിൽ വരുന്ന വിജയിനെ പോലെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും അതും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ തോന്നും. ഓബിയസ്ലി അങ്ങനത്തെ കഥ ഒരുപാട് ഇതിലുണ്ട്. ഭാഷയ്ക്കകത്തൊക്കെ ആണെങ്കിലും എന്താ പറയുന്നത്, റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ പാവത്തനായിട്ട് ജീവിക്കുന്ന ഒരാൾ, അയാൾ പണ്ട് ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ള പ്ലോട്ട് തീം ഇതുപോലെ ഒരു 50,000 പടത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അതില് നമുക്ക് വിജയിനെ കാണുമ്പോഴത്തേക്കും ഇച്ചിരി ഇതായിട്ട് തോന്നില്ല. എനിക്ക് അതുപോലെ തന്നെ ഈ നമ്മുടെ നോബഡിയൊക്കെ പോലത്തെ ഒരു ക്യാരക്ടർ
നമ്മുടെ രജനീകാന്ത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് അത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യൻ താത്തയുടെ ഇത് വെച്ച് നോക്കി. ഇപ്പൊ ഇന്ത്യൻ താത്ത, ഇത്രയും കളാനായിട്ടുള്ള ഇന്ത്യൻ താത്ത വന്നിട്ട് മർമ്മമൊക്കെ യൂസ് ചെയ്ത് അടിച്ചിടുമ്പോഴത്തേക്കല്ലേ നമുക്ക് ആദ്യത്തെ ഇന്ത്യൻ്റെ ഒരു ഗുസ്പംസ് ഒക്കെ വരുന്നത്. അതുപോലെ നോബഡിയൊക്കെ പോലത്തെ ഒരു ഇത് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഇതിൽ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് എപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുമ്പം ആ പടത്തിൽ നമ്മുടെ ആൾക്കാരായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ രണത്തിന്റെ ടീസറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, രണം സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഡ്രൈവിന്റെ റീമേക്ക് പൃഥ്വിരാജ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും. റയൻ ഗോസ്ലിംഗ്, അതൊരു ലിറ്ററലി ഒരു മീമാണ്, രാജീവ് ഗോസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ആ ഒരു ഡ്രൈവിന്റെ അത് പൃഥ്വിരാജിന് ചെയ്യുവാണെങ്കിൽ പക്കയല്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇത് ചെയ്യുവാണെങ്കിൽ ഈവൻ രണത്തിനും ഡ്രൈവിനും കുറെ സിമിലാരിറ്റീസും ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈലില് നമ്മുടെ ആൾക്കാർ ചെയ്യുവാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ എനിക്ക്, ഞാനും ചക്രവാണിയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹീറ്റ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആൽപച്ചീനോയും റോബർട്ട് ഡെനീറോയും കൂടെ ഉള്ള ഇത്രയും കിണ്ണനായിട്ടുള്ള ഒരു പടം. എന്ത് നല്ല അടിപൊളി പടമാണത്. അതിലൊരു സീക്വൻസ് ഉണ്ട്, അവർ രണ്ടുപേരും, അതായത് അൽപച്ചീനോ പോലീസുകാരനും മറ്റേ ഡെനീറോ ആം, ആ, ബാങ്ക് റോബറും ഹെയ്സ്റ്റ് നടത്തുന്ന ആളുമാണ്. ഒരു ഹെയ്സ്റ്റ് പടമാണത്. പക്ഷെ അതിലൊരു സീക്വൻസിന്റെ അകത്ത് ഇവർ രണ്ടുപേരും വരുന്ന ഒരു ഫേസ് ഓഫ് സീക്വൻസ് ഉണ്ട്. അത് റിയൽ ലൈഫിൽ അവര് ആ ഒരേ ഷോട്ടിൽ രണ്ടുപേരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും ആ ഒരു ഷോട്ടിന്റെ അത് ഇവര് റെസ്റ്റോറന്റിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു സാധനമുണ്ട്. ആ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. അതിലുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും കൂടെ കിണ്ണം സീക്വൻസ് അത്. അതൊന്ന് ആലോചിക്കും, നമ്മളെ ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തമിഴിൽ രജനീകാന്തും കമലഹാസനും അങ്ങനത്തെ ഒരു ഓറയുള്ള രണ്ടുപേരിരുന്ന് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അതുപോലെ ഇപ്പം ജെമിനി മാന്റെ കഥ തന്നെയാണ് ഗോട്ടിൽ വരികയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യം എനിക്ക് അതിനിപ്പോ എന്താ, നമ്മുടെ ആൾക്കാർ അങ്ങനത്തെ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അത് ഒരേ കഥ തന്നെ വെവ്വേറെ ആക്ടേഴ്സ് വരുമ്പോ തന്നെ അതിന്റെ മൊത്തം വൈബ് തന്നെ മാറും. റീമേക്കുകളൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നോക്കുവാണെങ്കിൽ അതാണല്ലോ പ്രശ്നം. ഇപ്പം ഒരേ കഥ തന്നെയാണ് എടുത്തു വെച്ചത്. ഇപ്പൊ അസുരൻ ഷോട്ട് ബൈ ഷോട്ട് റീമേക്ക് ചെയ്താണ്, മറ്റേ എന്തോ നഞ്ചപ്പയോ മെല്ലപ്പയോ എന്തോ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സാധനം തെലുങ്കിലെ വെങ്കടേഷ് ചെയ്തത്. പക്ഷെ അസുരനിൽ ധനുഷ് ചെയ്ത പോലെ ആ രണ്ട് മറ്റേ ക്ലൈമാക്സിൽ ആ പുള്ളി ഇങ്ങനെ ശിവസ്വാമി ഇങ്ങനെ മകനെ തല്ലുന്ന ആൾക്കാരെയൊക്കെ വെട്ടിക്കൊല്ലാൻ വേണ്ടിട്ട് വരുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ വിത്ത് ആ BGM ഒക്കെ വരുമ്പോൾ അതേ സെയിം സാധനം തന്നെയാണ് തെലുങ്കിലും ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ധനുഷ് ചെയ്യുമ്പോൾ വേറൊരു ഓറയല്ലേ. അതുപോലെ നമ്മുടെ വെങ്കി മാമയ്ക്ക് ആ ഒരു സെയിം പെവർ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം ഒരേ ആൾക്കാർ തന്നെ ഡിഫറെന്റ് കഥ, ഒരേ കഥ തന്നെ ഡിഫറെന്റ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ ഓവറോൾ മാറും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പം ഇതുപോലത്തെ പടങ്ങളൊക്കെ നമ്മുടെ ഇതില്, നമ്മുടെ സ്റ്റൈലില്, നമ്മുടെ സെറ്റിങ്ങില് അതിന്റെ ഇതൊക്കെ മാറ്റിയിട്ട് സുപ്പരിവാളിന് എടുത്തു നോക്കുകയാണെങ്കിൽ ഷെർലക് ഹോംസിന്റെ കുറെ എലമെന്റ്സ് ഒക്കെ അതിന്റെ അകത്തുണ്ട്. സീരീസിന്റെ അകത്തെ പോലെ ഒരു സീരീസിൽ ഷെർലോക്കിന്റെ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ ഉള്ള ആ ഒരു സെയിം സാധനത്തിലാണ് ഇതില് സുപ്പരിവാളിന്റെ അകത്ത് വിശാലിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. അതായത് ഒരു പെണ്ണുമ്പുള്ള ഭർത്താവിന്റെ കേസും പറഞ്ഞുകൊണ്ട് കയറി വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതേ സെയിം സാധനം തന്നെ ഇവിടെ വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെന്റ് ഇത് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്, ജെമിനി മാന്റെ കഥ തന്നെയായിരുന്നെങ്കിലും കൊള്ളായിരുന്നേനെ, നല്ലതായിരുന്നേനെ. ആ ഒരു ക്ലോൺ ചെയ്തിട്ട് വിജയനെ കൊല്ലാൻ വേണ്ടിയിട്ട് അത്. പക്ഷെ അതിന്റെ കുറച്ച് എലമെന്റ്സ് ഒക്കെ പുള്ളി മേ ബി എടുത്തിട്ടുണ്ട്. അതേ കഥ തന്നെ വെങ്കട് പ്രഭു എന്തായാലും കൊണ്ട് എടുത്തു വെക്കില്ല. കാര്യം മാനാടിന്റെ അകത്ത് നോക്കുവാണെങ്കിൽ എഡ്ജ് ഓഫ് ടുമോറോയ്ക്കകത്തെ പോലെ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. എഡ്ജ് ഓഫ് ടുമോറോയ്ക്കകത്ത് ടോം ക്രൂസ് മിഷൻ ലാസ്റ്റ് പുള്ളി എല്ലാം സക്സീഡ് ആവുന്നത് ഒരു 500 തവണ പുള്ളി അതിന്റെ അകത്ത് ചത്ത് കാണും. അതില് പുള്ളിക്ക് പവർ കിട്ടുന്നത് ഏലിയൻസിന്റെ ആ ഒരു ബ്ലഡ് പുള്ളിയുടെ ഇതിലോട്ട് മിക്സ് ആയിട്ട്, ആൽഫ ഏലിയന്റെ ബ്ലഡ് മിക്സ് ആയിട്ടാണ് ഒമേഗ അത് റീസെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ തവണ ആൽഫ ചാകുമ്പോഴത്തേക്കും അത് ടൈം റീസെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് അതിന്റെ കഥ പോകുന്നത്. അതിൽ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരുടെ ബ്ലഡ് മിക്സ് ആയിട്ട് ഉള്ള പരിപാടി ഉണ്ടല്ലോ, അതേ സെയിം സാധനം തന്നെ SJ സൂര്യക്ക് ഈ സിംബുവിന്റെ ആ ടൈം റീസെറ്റ് ചെയ്യുന്നപ്പോ ഇതുപോലെ തന്നെ SJ സൂര്യക്കും ടൈം റീസെറ്റ് ആവുന്നുണ്ട്. സിംബുവിന്റെ ബ്ലഡും SJ സൂര്യയുടെ ബ്ലഡും കൂടെ ബ്ലെൻഡ് ആയതുകൊണ്ട് അത് ഈ ആൽഫയുടെ ബ്ലഡും ടോം ക്രൂസിന്റെ ബ്ലഡും കൂടെ ഒരുമിച്ച് ചേർന്ന പോലെ ആ ഒരു സംഭവം അതിന്റെ അകത്തുണ്ടല്ലോ.
അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എലമെന്റ്സ് ഒക്കെയാണ് പുള്ളി എടുത്തത്. പക്ഷെ എന്നിട്ടും പുള്ളി മാനാട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു പടം നമുക്ക് കിട്ടിയല്ലോ. ഈ കാര്യം ഇങ്ങനെ മറ്റു പടങ്ങൾ അത് പുള്ളി തന്നെ പുള്ളിയുടെ പടത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ അതുപോലെ ഗോട്ടിലെ ജെമിനി മാൻ്റെതായിട്ടുള്ള ഇങ്ങനത്തെ ഈ ക്ലോൺ പരിപാടി, അതില് ലാസ്റ്റ് നോക്കുവാണെങ്കിൽ കൊല്ലാൻ വന്ന ക്ലോൺ പുള്ളിയുടെ ഒരു മകനെ പോലെ ആവുകയും അവനെ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ പോകുന്നു, കോളേജിൽ കൊണ്ട് ചേർക്കുക, എന്താണ് അതില് ഇത്തിരിയുടെ യങ്ങറായിട്ടുള്ള ക്ലോണിനെ തട്ടിക്കളയുന്നു തോന്നുന്നു. അപ്പൊ അതുപോലെ ഇതിലും പെർഹാപ്സ് ഈ അച്ഛനും മകനും കൂടെ തെറ്റിപ്പിരിഞ്ഞ അച്ഛനും മകനും കൂടെ ഒന്നിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അവൻ വില്ലനായിട്ട് തന്നെ നിന്നൊരു പ്യുവർ വില്ലനായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു വിജയ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിജയ് ഫുൾ ഓൺ നെഗറ്റീവായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത് വളരെ വിരളമാണ്. നമ്മുടെ പ്രസാദാണ് എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം. പടത്തിന്റെ പേര് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മറന്നുപോയി. കൗസല്യ ഉള്ള പടം, അത്. പിന്നെ അഴകിയ തമിഴ് മകന്റെ അകത്ത് മറ്റേ മറ്റേ വിജയ്, അവന്റെ പേരും പ്രസാദ് തന്നെയല്ലേ? അപ്പൊ അത് പ്രസാദാണെങ്കിൽ മറ്റേതിന്റെ പേരെന്തായിരുന്നു? എന്താണേലും പടം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് രണ്ടെണ്ണം. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ട് ഈ യങ്ങർ വിജയനെ നിർത്തുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്റെ എക്സ്പെക്ടേഷൻ. അപ്പം മെയിൻ ആയിട്ടുള്ളത് ഈ ഇത്തരം തിയറികളൊക്കെയാണ്. ക്ലോൺ തിയറി വെച്ചിട്ടാണെങ്കിൽ ഇനിയിപ്പം സ്നേഹയുടെ കൊച്ചും മരിച്ചു പോയെങ്കിൽ ഈ ചേട്ടൻ ബാവയുടെ DNA വെച്ചിട്ട് അല്ലെങ്കിൽ ഗാന്ധിയുടെ DNA വെച്ചുണ്ടാക്കിയ ക്ലോണാണ് മറ്റേ വിജയ് എന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ മരിക്കാൻ കാരണം ഗാന്ധിയാണ്, അവനെ ഞാൻ രക്ഷിച്ചതാണ് എന്ന് മൈക്ക് മോഹൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ക്ലോണിനെ എങ്കിൽ അവനെ യൂസ് ചെയ്തിട്ട് ഇമാരി തെമ്മാടിത്തരെല്ലാം കാണിക്കുന്നു, ഗാന്ധിക്കെതിരെ റിവെഞ്ച് നടത്തുന്നു എന്നൊക്കെ ഉള്ള കാര്യം. മകനെ ഫ്രെയിം ചെയ്യുവാണെങ്കിൽ ഗാന്ധിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വല്ല ഗൂഢതന്ത്രത്തിന്റെ ഫലമായിട്ടാണോ ഗാന്ധി വീണ്ടും റിട്ടയർമെന്റിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തിയറി ഉണ്ടാക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ അനിയൻ ബാവയാണ് ചേട്ടൻ ബാവയുടെ ലുക്കിൽ. കാര്യം ഇവനെ ആ ലുക്ക് വരുത്താനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവനെ ആ ഒരു എന്താ പറയുന്ന ഒരു മീശയും മുശാന്താടിയും മുടിയും കൂടെ ആ ഒരു സ്റ്റൈലിലോട്ടാക്കി എടുത്താൽ അവൻ ചേട്ടൻ ബാവേനെ പോലെ ഇരിക്കും. അപ്പൊ ചേട്ടൻ ബാവേനെ ഇംപേഴ്സണേറ്റ് ചെയ്ത് ഈ സകല തെണ്ടിത്തരവും കാണിച്ചു വെക്കാനായിട്ട് ഇവൻ എളുപ്പമാണ്. ഇതിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു ഗാന്ധി മകനെ പോലെ ട്രാൻസ്ഫോം ആകും, മകന് പകരം ഗാന്ധി പോകും എന്നൊക്കെ. കാര്യം ഇതിലൊരു ഷോട്ടില് ചേട്ടൻ ബാവ അപ്പൻ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് അപ്പന്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇവര് തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അത് പക്ഷേ അപ്പന്റെ വേഷം കെട്ടി മൈക്ക് മോഹൻ പറഞ്ഞ ഗാന്ധിയെ വേഷം പോട്ടി ഇപ്പൊ താക്കറെ എന്നുള്ള ഡയലോഗും വെച്ചിട്ട് ആൾക്കാർ അത് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് മകനും അപ്പനും തമ്മിലുള്ള ആ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് മകൻ അപ്പന്റെ അതേ പാതയിലാണെന്നുള്ളതിന്റെ ഒരു ഇതുപോലെ, അല്ലെങ്കിൽ അപ്പനോടുള്ള ഒരു സ്നേഹത്തിൻ്റെതായിട്ട് അപ്പന്റെ ആ ഷർട്ടൊക്കെ ഇട്ട്, ഈവൻ വിജയുടെ റിയൽ ലൈഫ് ഡയലോഗ് എടുക്കണം, അപ്പാവിടെ ഷർട്ട് പോട്ട് പാക്കുന്നതൊക്കെ പുള്ളിക്ക് ആസ വരാത എന്നുള്ള പുള്ളിയുടെ മറ്റേ ഓഡിയോ ലോഞ്ചില് രജനീകാന്തിനെ ആയിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഉദ്ദേശിച്ച് പുള്ളി പറഞ്ഞതാണ്. ആ ഒരു ഇതുപോലെ ഇതില് അപ്പന്റെ ഷർട്ടൊക്കെ ഇട്ട് അപ്പനെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള ആ ഒരു ഒബിയസ്ലി ഏജ് ഗ്യാപ്പ് വ്യക്തമാണ്. പക്ഷെ എന്നാലും അതുപോലത്തെ ആ ഒരു ലുക്കിൽ പുള്ളിയായില്ലേ. അപ്പൊ അതൊന്ന് കാണിച്ച് അവരുടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അപ്പനും മകനും തമ്മിലുള്ള ഒരു ക്യൂട്ട് മൊമെന്റിന്റെ ഒരു ഷോട്ടായിരിക്കണം അത്. അവസാനത്തെ ഗില്ലി ഇത് റെഫറൻസ് വരുന്ന ഷോട്ട് ഗാന്ധി ചിലപ്പോൾ അടിച്ച് കിണ്ടിയായിട്ട് വരുന്ന ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം ഭാര്യയുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ഞാൻ കുടി നിർത്തി, ഇന്നു മുതൽ ഞാൻ നന്നായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അതൊരു കോമഡി സീനിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതിലെ പ്രധാന സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്ലൈമാക്സ് നടക്കുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ്. ഇവര് ബോംബ് എക്സ്പ്ലോഷൻ തടയുക എന്നുള്ളതാണ് മെയിൻ ഇത്. അതിനു വേണ്ടിയിട്ടാണ്
സ്റ്റേഡിയത്തിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ യങ്ങർ വിജയ് അനിയൻ ബാവയുടെ പ്രസൻസ് ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ ഇനിയിപ്പം വെങ്കട് പ്രഭു ട്വിസ്റ്റ് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി മറ്റേ ചേട്ടൻ ബാവയാണ് യഥാർത്ഥ തെണ്ടി എന്നുള്ളത് അവിടെ റിവീൽ ചെയ്യുന്ന രീതിയിൽ വല്ല പരിപാടിയുണ്ടോ എന്നറിഞ്ഞൂടാ. എന്താണേലും ഇതൊക്കെയാണ് ഗൂട്ടിന്റെ പ്രധാന പരിപാടികളൊക്കെ. അപ്പം ട്രെയിലർ ഷോർട്ട് ബൈ ഷോർട്ട് വെച്ച് പോവുകയാണെങ്കിൽ ഗാന്ധി സാറ്റ്സിലെ ഒരു പുലിയാണ്. എന്താ പറയുന്നത്, അത്യാവശ്യം കള്ളുകുടിയും ചെറിയ രീതിയിലുള്ള കോഴിത്തരമൊക്കെ കാണിച്ച്, അത് ഈ ടീമിലുള്ള എല്ലാ അമ്മയും കോഴികളാണെന്നുള്ള. ലൈല ഇതിൽ ആരുടെ പേരായിരിക്കും ഞാൻ നോക്കുന്നത്? പ്രഭുദേവയുടെ പേരായിരിക്കുമോ അതോ നമ്മുടെ പ്രശാന്തിന്റെ, ടോപ്പ് സ്റ്റാർ പ്രശാന്തിന്റെ, ഞങ്ങളൊക്കെ പഴയ ടോപ്പ് സ്റ്റാർ ഫാൻസ് ആണ് കേട്ടോ. അപ്പം ടോപ്പ് സ്റ്റാർ പ്രശാന്തിന്റെ അന്തകനിലൂടെ പുള്ളി ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഭയങ്കര ഹാപ്പി. ഇനി ഗോട്ട് വലിയ പ്രതീക്ഷകളുണ്ട് ഞങ്ങൾ ടോപ്പ് സ്റ്റാർ ഫാൻസിന് പുള്ളിയുടെ കാര്യത്തിൽ. എന്നിട്ട് വിനയ വിധേയരാമയ്ക്കകത്ത് രാംചരന്റെ ചേട്ടനായിട്ട് വന്ന് തെലുങ്കിൽ അടി വാങ്ങിക്കുന്നത് കണ്ടപ്പം സങ്കടം തോന്നിയ ടോപ്പ് സ്റ്റാർ ഫാനുകളിൽ ഒരു 90s കിഡ്സ് ടോപ്പ് സ്റ്റാർ ഫാനുകളിൽ ഒരാളാണ് ഞാൻ. ജീൻസ് ഒക്കെ നമ്മുടെ ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നാണ്. അപ്പം അതില് ഇതിലൂടെ ടോപ്പ് സ്റ്റാർ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം ലൈല ലൈലയും വിജയും കൂടെ ഒരു പടം ചെയ്യേണ്ടതായിരുന്നു. അതിന്റെ ഷൂട്ടൊക്കെ നടന്നതാണ്, പക്ഷെ അത് നടന്നില്ല, അത് ക്യാൻസൽ ആയി. അപ്പൊ അതില് അവര് ഇതിന്റെ അകത്ത് ഒന്നിക്കുന്നു. ടോപ്പ് സ്റ്റാറും അതായത് നമ്മുടെ പ്രശാന്തും വിജയ് ഇതുവരെ അഭിനയിച്ചിട്ടില്ല, അവരെ ഒരുമിക്കുന്നു. വില്ലിന് ശേഷം പ്രഭുദേവയും വിജയ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പടത്തില്. പിന്നെ ഈവൻ തിരുപ്പാച്ചിക്കകത്ത് വിജയുടെ പോലീസ് കൂട്ടുകാരനായിട്ട് വരുന്ന ഒരു പുള്ളിയുണ്ട്, യുഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. യുഗേന്ദ്രനാണ് യുഗീന്ദ്രനാണ് യുഗേന്ദ്രൻ എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര്. പുള്ളി തമിഴ് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വിജയുടെ ഒരു ഗാങ്സ്റ്റർ പടമുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു. ഒരു പഴയ പടമാണ്, അത് അത്ര വലിയ ഹിറ്റായില്ല. കെ.എസ്. രവികുമാർ എന്തോ എടുത്ത പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. കെ.എസ്. രവികുമാർ ആയിരുന്നു പി വാസു ആയിരുന്നു എന്ന് ഞാൻ മറന്നു. നല്ലൊരു പടമായിരുന്നു. അതായത് പുള്ളി ജോലി തേടി വരുന്നതും പിന്നീട് ഒരു പുള്ളിയുടെ കൂട്ടുകാരൻ ഓൾറെഡി ഒരു ഗുണ്ടാ സംഘത്തിലൊക്കെ പെട്ട ആളാണ്. എന്നിട്ട് വിജയ്ക്ക് അവിടെ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷെ പുള്ളിക്കൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിട്ട് ആ പുള്ളി ഈ ലൈഫ് നിർത്തി പോകാൻ നോക്കുന്നു. പിന്നെ അപ്പൊ അവര് ഗ്യാങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സമ്മതിക്കുന്നില്ല. കൂട്ടുകാരനെ കൂട്ടുകാരനെ തന്നെ പുള്ളീനെ പുറകെ വരേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലൊരു പടമാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നീട് ഒരു അവസരത്തിൽ എപ്പോഴേലും പറയാം. അപ്പൊ അതിലൊക്കെ ഉണ്ട് പുള്ളി. മറ്റേ നമ്മുടെ ഇവനുണ്ട്, പഞ്ചതന്ത്രത്തിലെ കമലഹാസന്റെ കൂട്ടുകാരൻ മാസ്റ്ററിലൊക്കെ പുള്ളി ഒരു ക്യാമിയോ ഒക്കെ വരുന്നുണ്ട്. അതും വിജയുടെ റിയൽ ലൈഫിലൊരു കൂട്ടുകാരനാണ്. എന്തോ ശ്രീമാനോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. പുള്ളി ആ പടത്തിലുണ്ട്. പക്ഷെ എന്താണേലും അപ്പൊ ഈ യുഗേന്ദ്രൻ, അതായത് തിരുപ്പാച്ചിലെ പുള്ളിയുടെ പോലീസ് കൂട്ടുകാരൻ, അങ്ങനെ ഓർത്താൽ മതി, പുള്ളി ഇതിന്റെ അകത്തുണ്ട്. ഇതിലൊരു ട്രെയിലറിൽ ഒരു ഷോട്ടിൽ പുള്ളീനെയാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഒരുമാതിരി ഒരു മോസ്ക് ആണോ എന്തോ ഒരു ഇതുപോലത്തെ മോസ്കിന്റെ ഫ്രണ്ടിലൂടെയാണ് തോന്നുന്നു വിജയ് ഇങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട്. അതിൽ പുള്ളിയുടെ കൂടെ അങ്ങേരുണ്ട്, യുഗേന്ദ്രനുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് തലയുടെ ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ റിയൽ തല, അതായത് തല അജിത് കുമാറിന്റെ ക്യാമിയോ ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ അത് നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യം അത് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു പടത്തിൽ വരിക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വന്നാൽ നന്നായിരുന്നേനെ. ഒരു മങ്കാത്ത 2 ഒക്കെ അവരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. പക്ഷേ അവരൊരുമിക്കുമോ എന്നുള്ളത് അറിയില്ല. പുള്ളി വന്നില്ലെങ്കിലും മറ്റൊരു തല വരാനുള്ള സാധ്യതയുണ്ട്, ധോണി. തല ധോണി. കാര്യം ഈ ക്ലൈമാക്സിൽ ഇത് നടക്കുന്നത് ചെക്കോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്നതായിട്ടാണ്. അതും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്രിക്കറ്റ്, ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ആയിട്ടുള്ള ഒരു മാച്ചാണ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് വെങ്കട് പ്രഭു ഒരു തീവ്ര ചെന്നൈ സൂപ്പർ കിങ്സ് രസികനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല റെഫറൻസസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. വിജയ് ഒരു ഷോട്ടിന്റെ അകത്ത് ഡെഫിനറ്റ്ലി നോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് വരുന്ന ഒരു ടീഷർട്ട് ഉണ്ട്. അത് ധോണിയുടെ അടുത്ത് റിട്ടയർമെന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഡയലോഗാണ്, ഡെഫിനറ്റ്ലി നോട്ട്. അപ്പൊ അതിന്റെ റെഫറൻസ് ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ റെഫറൻസസ് ഒക്കെ ആ സ്റ്റേഡിയത്തിന്റെ പല ഇതിന്റെ അകത്തുണ്ട്.
അതിന്റെ ട്രെയിൻ സീക്വൻസിന്റെ അകത്ത് ഏജീസിന്റെ റെഫറൻസ് ഉണ്ട്, കുറെ ഏജീസിന്റെ, അതായത് ഡെവിൾ ഹെൽമെറ്റ് വെച്ചിട്ട് വിജയായിട്ട് വിജയനെ എടുത്ത് സീറ്റിലോട്ട് എറിയുന്ന ആ ട്രെയിൻ സീക്വൻസ് ഉണ്ടല്ലോ, ജയറാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ട്രെയിൻ സീക്വൻസ്. അതിന്റെ അകത്ത് ട്രെയിനിന്റെ അകത്ത് കുറെ ഏജീസിന്റെ, അതായത് പ്രൊഡക്ഷൻ കമ്പനിയുടെ കുറെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് തല ധോണി ഒരു ക്യാമിയോ അപ്പിയറൻസ് വരാനുള്ള സാധ്യതകൾ കാണുന്നു. വരുമോ ഇല്ലയോ എന്നറിയില്ല. സുരേഷ് റെയ്നയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹമുണ്ട്. വേറൊരു ചെന്നൈ സൂപ്പർ കിങ്സ് ക്രിക്കറ്റ് താരം കൂടെ ഉണ്ടെന്ന് പറയുന്നു, അത് ആരാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരു ക്യാമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയകാന്തിന്റെ, നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചുപോയ വിജയകാന്ത്, തമിഴ്നാടൻ വിജയകാന്തിന്റെ ഒരു ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. പുള്ളീനെ എഐയിൽ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പുള്ളിയുടെ ഫാമിലിയുടെ അടുത്ത്, പുള്ളിയുടെ വൈഫിന്റെ ഒക്കെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചിരുന്നു. അവരെ വിജയിയുടെ പോയി കാണുകയും ചെയ്തു, അതിന്റെ ഒരു നന്ദി സൂചകമായിട്ട്. പുള്ളിക്കാരിയാണ് അത് ആദ്യം റിവീൽ ചെയ്തത്, പടത്തിന്റെ ക്രൂ പറയുന്നതിന് മുമ്പ്. അതൊരു സർപ്രൈസ് ആയിട്ട് ഇരുന്നേനെ, ബട്ട് സ്റ്റിൽ പുള്ളിയുടെ ഒരു ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. പുള്ളിയുടെ ക്യാമിയോ എങ്ങനെയായിരിക്കും? ക്യാപ്റ്റൻ എന്നൊക്കെ പറയുമ്പോൾ ക്യാപ്റ്റന്റെ പടങ്ങൾ നോക്കുവാണെങ്കിൽ കൂടുതലും പുള്ളി ടെററിസ്റ്റുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യം. ആൾക്കാർ കളിയാക്കും ടെററിസ്റ്റുകളുടെ അടുത്ത് തമിഴ് പറയുന്നു എന്ന് പറഞ്ഞു. തമിഴ് ഓഡിയൻസിനും നമുക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ തമിഴ് പറയണമല്ലോ. ഇംഗ്ലീഷ് പറഞ്ഞാലും നമുക്ക് പിടികിട്ടും, ബട്ട് ഐ മീൻ അത്ര ഇംഗ്ലീഷിൽ അത്ര എന്താ പറയുന്നത്, അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും സാധാരണ ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്, അത് നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ ഇങ്ങനെ എപ്പോഴും പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനതിന് നമ്മൾ ചില റോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കളിയാക്കാൻ യൂസ് ചെയ്യാം. ഇപ്പൊ ബാലകയുടെ പടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വില്ലന്മാര്, സായിപ്പന്മാര്, തെലുങ്ക് പടത്തിൽ എപ്പോഴും കാണുന്ന ഒരു പരിപാടി, സായിപ്പന്മാര് വന്നിട്ട് തെലുങ്ക് പറയുന്നത്. അത് നമുക്ക് ഈ കാണുമ്പോ ഇത്തിരി കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ അതിന്റെ ലോജിക്കാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി തുപ്പാക്കിയിൽ അത് ബ്രില്യൻ്റ് ആയിട്ട് AR മുരുകദോസ്, അതായത് അവര് ഹിന്ദി ഡയലോഗിൽ പറയുമ്പോഴും അതിന്റെ മുകളിൽ കൂടെ തമിഴ് ഡയലോഗ് ഇങ്ങനെ വരുന്ന ഇതിൽ, അതായത് അവര് ഹിന്ദി പറയുന്നുണ്ട് പക്ഷെ തമിഴ് ഡയലോഗ് നമുക്ക് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് കേൾക്കുന്ന രീതിയിൽ ബുദ്ധൂറും അത് ചെയ്തു. ഇപ്പം ക്യാപ്റ്റന്റെ പടങ്ങള് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ പുള്ളി ടെററിസ്റ്റുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പം മേ ബി ഗോട്ടിന്റെ ഗോട്ടായിട്ട് പുള്ളി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതായത് സാറ്റ്സിലെ ഒരു പഴയ പുലിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ക്യാമിയോ ക്യാപ്റ്റന് കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. പക്ഷേ AI യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഇപ്പൊ AI എന്നൊക്കെ പറയുമ്പോഴേ നന്ദു പൊതുവാളുടെ ശരീരവും നെടുമുടി വേണുവിന്റെ മുഖമുള്ള ഒരു അബോമിനേഷനാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ എന്തുമാത്രം ഉണ്ടാവുന്നു. പക്ഷെ ഈവൻ എല്ലാവരും മാർക്ക് ആന്റണിയിലെ മറ്റേ സിൽക്ക് സ്മിതയുടെ ഇത് പറയുന്നുണ്ട്. പക്ഷെ അതാണെങ്കിൽ ഇച്ചിരി വിയേർഡായിരുന്നു. അത് ഒരുമാതിരി അത് എന്താ പറയുന്ന ഒരു ഫേസ് സ്വാപ്പ് പോലത്തെ ഒരു പരിപാടിയാണ് അതിൽ ചെയ്തത്. പക്ഷെ അത് ആ പുള്ളിക്കാരി ഒന്നും ചെയ്യാതെ തന്നെ കൊണ്ടുവരികയാണെങ്കിലും ഏതാണ്ട് സിൽക്ക് സ്മിതയുടെ ചായയൊക്കെ ഉള്ളൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടാണ് അവരത് ചെയ്തത്. അങ്ങനെയാണേലും മതിയായിരുന്നു. അത് പോട്ടെ. എന്താണേലും ക്യാപ്റ്റന്റെ ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ തല, അങ്ങനെ രണ്ട് മൂന്ന് ഇത് പറയുന്നുണ്ട്, അറിയില്ല എന്താണെങ്കിലും. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവലന് ശേഷം കേരളത്തിൽ ഷൂട്ട് ചെയ്ത ഒരു വിജയ് ചിത്രവും കൂടെയാണ്. കാര്യം നമ്മുടെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ശ്രീലങ്കയിൽ ഇവർ പോയി ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷെ വിജയ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ആ സീക്വൻസിൽ. പിന്നെ മോസ്കോ, റഷ്യയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃഷയുടെ ക്യാമിയോ ഉണ്ടെന്ന് പറയുന്നു. പിന്നെന്താണ്, എനിക്കുണ്ടല്ലോ, എനിക്ക് ട്രെയിലറിനകത്ത് ആദ്യം കണ്ടപ്പോൾ ഞാൻ ലിയോയുടെ ട്രെയിലർ അറിയാൻ നോക്കി. ലിയോയുടെ സിനിമാറ്റോഗ്രഫി പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല സൂപ്പർ ആയിരുന്നു. നല്ല എന്താ പറയുന്നത്, അതിലെ ഫ്രെയിമൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്കിങ്ങനെ വാൾപേപ്പറായിട്ട് വെക്കാന്നുള്ള അവസ്ഥയിലുള്ള ഇതൊക്കെയായിരുന്നു. അപ്പം അത് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട്, അത് കളറും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒരു അറിഞ്ഞൂടെ, കുറച്ച് അങ്ങോട്ട് വോൺ കളേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തത്. പക്ഷെ അങ്ങോട്ടൊരു ഒരു ചില ഇതിലൊക്കെ ഒരു ഇച്ചിരി ഇച്ചിരി കളർ ഗ്രേഡിങ്ങിനൊക്കെ ഇച്ചിരി ഇച്ചിരി പ്രശ്നമുണ്ടോ എന്നൊരു ബട്ട് പടം കാണുമ്പോൾ ഇതൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല കേട്ടോ. ട്രെയിലറൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ അത് ഇതാവില്ല ഇത് അത്ര പോരല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിക്കും.
പടം കാണാൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. കാര്യം ഇതിലൊക്കെ ഓർക്കാനായിട്ട് നേരെ ഇരിക്കുന്നു, അവിടെ ഒരു ആഘോഷമായിരിക്കും. ലിയോയ്ക്ക് അങ്ങനെയായിരുന്നു. ലിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തിയേറ്ററിലിരുന്ന് കണ്ടോണ്ട് എനിക്ക് സെക്കൻഡ് ഹാഫിലെ മറ്റേ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് അതിന് പണിയായെന്ന് പറഞ്ഞാലും ഞാൻ അത്ര അങ്ങോട്ട് നിരാശ ആവാഞ്ഞതിന്റെ കാര്യം ഞാൻ ഫാൻസിന്റെ ഒക്കെ കൂടെ ഇരുന്ന് നല്ല ആഘോഷമായിട്ട് ഇവിടെ വീണ്ടും നാട്ടിലിരുന്ന് പടം കാണുന്ന പോലത്തെ ഒരു എഫക്റ്റിലിരുന്ന് കണ്ടോണ്ടാണ്. അപ്പം ഗോട്ടും തിയേറ്ററിൽ ഒരു ഉത്സവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെങ്കട് പ്രഭു എന്നട പണി വെച്ചതൊക്കെ എന്ന് നല്ല രീതിയിൽ പറയാൻ പറ്റട്ടെ, അല്ലെങ്കിൽ എന്തോന്നട ഏത് എന്ന് പറയിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെങ്കട് പ്രഭുവിൽ എനിക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. പടം ഒരു ഭയങ്കര ഗംഭീര പടം, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊന്നും ആണെന്നില്ല. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള നല്ല രസമായിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നല്ല ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളും, ഇവരുടെ കോംബോ തന്നെ എന്തൊരു ഫ്രഷ് ആണെന്ന് ആലോചിക്കുക. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മല്. ജയറാമിന് ഇനി തുപ്പാക്കിക്കകത്ത പോലുള്ള ചെറിയ കോഴി റോളൊക്കെ കൊണ്ട് കൊടുക്കുമോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ വെങ്കട് പ്രഭു സരോജയ്ക്കകത്ത് ജയറാമിനെ നല്ല രീതിയിലാണ് യൂസ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഇതിലും നല്ല ഇത് കൊടുക്കുമായിരിക്കും. കാര്യം ഒരു ഷോട്ടിലൊക്കെ പുള്ളി ഇങ്ങനെ ഒരു പെണ്ണിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ദൈവമേ, തുപ്പാക്കി ജയറാമായി മാറുമോ, കോമഡി പീസാക്കുമോ എന്നുള്ളൊരു അറിഞ്ഞുകൂടാ. കാണത്തില്ലായിരിക്കും. അജ്മല് പിന്നെ പറഞ്ഞല്ലോ വിട്രയൽ സ്റ്റാർ ആയിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും എനിക്ക് പാട്ടൊക്കെ വന്ന് പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ നശിച്ചു പോയ അവസ്ഥയിലായിരുന്നെങ്കിലും ഇങ്ങനെ പാട്ടാണെങ്കിലും ഉണ്ടല്ലോ, സ്പാർക്ക് ഹിന്ദിയിൽ കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് കേട്ട് 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 ആ കുഴപ്പമില്ല എന്നുള്ള ഒരു വൈബിലും എത്താൻ സാധ്യതയുണ്ട്. എനിക്ക് ലിയോയിലെ ഈ നാറടിതാ വരവാന്നൊന്നും അങ്ങനെ വിലയായിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ ലിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു. ഈവൻ വിക്രം ലെവലിലോട്ടൊന്നും എത്തിയേ. വിക്രത്തിലെ അനിരുദ്ധ് ഒരുമാതിരി ഗോഡ് ലെവലിലോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ ആ ലെവലിലോട്ട് ഇല്ലെങ്കിൽ എനിക്ക് ലിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇഷ്ടമാണ്. നല്ല പ്രത്യേകിച്ച് ആ രട്ടട്ട BGM ഒക്കെ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. ഈവൻ ബാഡാസ്മ പാട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സാധനമാണ്. അതിന്റെ മറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ മറ്റേ സാധനം ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൺ, അതൊക്കെ വേറെ പാട്ടുകളിൽ നിന്നൊക്കെ സാമ്പിൾ എടുത്തു, സാമ്പിളിങ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കോപ്പി അടിച്ചു എന്ന് പച്ച മലയാളത്തിൽ പറയാൻ കോപ്പി അടിച്ചു. പച്ച മലയാളത്തിലല്ല, ഇനി ഒരു ഒരു നമ്മൾ പറയുന്ന ഒരു സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ കോപ്പി അടിച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടെങ്കിലും അനിരുദ്ധിന്റെ ആ ഒരു BGM ഒക്കെ എപ്പോഴും എന്താ പറയുന്നത്, ഒരു ഞാൻ എപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു സാധനമാണ്. ലിയോയുടെ ട്രെയിലറൊക്കെ ഞാൻ ചുമ്മാ പോയി വെല്ലവനും റിയാക്ട് ചെയ്യുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരുന്ന് കാണാറുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ്. അത് നല്ല പെവറായിട്ടുള്ള സാധനമായിരുന്നു. സേനാപതിയിലോട്ട് വന്നപ്പോഴത്തേക്ക് പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ വന്ന് വന്ന് എനിക്ക് ആ സേനാപതി താ താ ത ത താ താ ആ സാധനമൊക്കെ അത് ഞാൻ അതെനിക്ക് ഇപ്പൊ ഇഷ്ടമാണ്. എന്താ പറയുക, അന്റെ BGM മണ്ടയ്ക്കുള്ള ഓടിയിട്ടേ ഇருக்கு എന്ന് പറയുന്ന പോലെ താത്താവറാറൊക്കെ എന്റെ കിണ്ണം സാധനം. ഇന്ത്യന്റെ ഇന്ത്യൻ എന്നുള്ള ആ ഒരു പടത്തിന്റെ ഇത് വെച്ച് നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ ഒരു ഓളം സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതുപോലെ മേ ബി നാളെ സ്പാർക്കും ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഗോട്ടിലെ ആൽബവും അങ്ങനെ ഫീൽ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുന്നത്, വെറുത്ത് വെറുത്ത് കുട്ടിശങ്കറിന് ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ സേനാപതി ആദ്യം കേൾക്കുമ്പോഴത്തേക്ക് കോമഡി ആണെങ്കിലും ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മേ ബി നാളെ ഇതിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാം. ആരുമുണ്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നിരിക്കും. യുവൻ ശങ്കർ രാജ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണെങ്കിലും ഗോഡ് ലെവൽ മ്യൂസിക് നമുക്ക് തന്ന മനുഷ്യനാണ്. അപ്പൊ അത് പുതുപ്പേട്ടയെ BGM ഒക്കെ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിലെ പാട്ടുകൾ ആൽബം ഒക്കെ എടുത്തു കഴിഞ്ഞാല് അത് അത് മാത്രം എടുത്താലും മതി. ഇത് നാൻമഹാനല്ലേ, എന്തെല്ലാം സംഭവങ്ങളുണ്ട് നമുക്ക് പുള്ളി തന്നത്. അപ്പൊ അതിന്റെയൊക്കെ പേരിൽ പുള്ളിക്ക് കുറച്ചൊക്കെ നമുക്ക് പുള്ളിനെ കല്ലെറിയുന്നത് ഒഴിവാക്കാം, ഫോർ ഓൾ ടൈം സേക്ക് എന്ന് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ തിയേറ്ററിൽ ബാങ് ആയിരിക്കും ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട്. പക്ഷെ ഒരുപാട് പാട്ടുകൾ കൊണ്ടുവന്നിട്ട് പടത്തിന്റെ ഫ്ലോ അങ്ങ് കുറയ്ക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു അപേക്ഷയുണ്ട് എനിക്ക്. എന്താണെങ്കിലും
ഇങ്ങനെ കുറച്ചേറെ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു പടമാണ് ഗോട്ട്. മറ്റേ എയിലൂടെ ഇവര് ഭവതരണീനെയും കൊണ്ടുവന്നായിരുന്നു, യുവൻ ശങ്കർ രാജയുടെ സിസ്റ്റർ. അതാണ് ചിന്ന ചിന്ന കൺകൾ. അപ്പം അങ്ങനെ ടെക്നോളജി ഇവര് കുറച്ച് അധികം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. AI ടെക്നോളജി ആണെങ്കിലും DAging ആണെങ്കിലും. DAging ആദ്യം നമ്മുടെ ആണ്ടവർ കമൽഹാസൻ അദ്ദേഹത്തിന്റെ പടത്തിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഇന്ത്യൻ 2 ആൻഡ് വിക്രം അതിന് മുന്നേ വരേണ്ടിയിരുന്നായിരുന്നു, പക്ഷെ ലോകേഷിന് ടൈം കിട്ടിയില്ല. ബട്ട് എനിവേസ് അത് ഇപ്പം വിജയുടെ ഗോട്ടിലൂടെയാണ് ഇന്ത്യൻ 2 ഇറങ്ങിയല്ലേ. അപ്പം ടെക്നിക്കലി ആണ്ടവർ അതും കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ എന്തുമാത്രം DAging യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് രീതിയിലാണ് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പം എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബ്രേക്ക് ഡൗണിൽ ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എൻ്റെ തിയറികളൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പ്രോപ്പർ ബ്രേക്ക് ഡൗൺ വീഡിയോ അല്ല, ഇതൊരു ചുമ്മാ തിയറിയും എൻ്റെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ പറഞ്ഞ തിയറികൾ എന്തെല്ലാം വരും, എന്തെല്ലാം പൊളിയും എന്നുള്ളത് അറിഞ്ഞൂടെ. വേറെ എന്തെങ്കിലും വിട്ടുപോയോ? ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ആ പോയിന്റ് പറയാൻ വിട്ടുപോയില്ല. കൽക്കിക്ക് സെയിം പ്രശ്നം വന്നായിരുന്നു. നമ്മുടെ എല്ലാം പറഞ്ഞു. വൈഭവിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, വൈഭവ് ഓപ്പോസിറ്റ് ടീമിലുള്ളതാണ്. യോഗി ബാബു അതിന്റെ ഒരു ഇത് വേണം പറയാം. അത് യോഗി ബാബു, പാർവതി നായര്, പിന്നെ മറ്റേ അരവിന്ദ് ആകാശ്, അജയ് രാജ്, അവരൊക്കെ ഈ ഒരു സാറ്റിലെ പുതിയ ടീമാണെന്ന് ട്രെയിലറിൻ്റെ അകത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രശാന്ത് വന്നിട്ട്, അതായത് സാറ്റ്സിലെ പഴയ ഗോട്ട് വരുന്നുണ്ട്, നിങ്ങളെ ലീഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊരു തുപ്പാക്കിയിലെ മറ്റേ 12 men ഷൂട്ട് ഔട്ട് സീൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ സീക്വൻസ് ഇതിലും വെങ്കട് പ്രഭു, അതായത് പുതിയ ടീമിനെ വെച്ചിട്ട് പഴയ വിജയ് ഒരു ഓപ്പറേഷൻ നടത്തുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കാണാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എല്ലാവരും ഓർത്തു അപ്പോൾ ടൈം വരുന്നതുകൊണ്ട് ടൈം ട്രാവൽ ആയിരിക്കുന്നു. പക്ഷെ അതങ്ങനെയല്ല. പുള്ളി ആ ഒരു പഴയ പണ്ട് ഗാന്ധി എങ്ങനെയായിരുന്നോ അതേ ഒരു പെവറോടെ തന്നെയാണ് പുള്ളി ഇപ്പോഴും. അതായത് വൺസ് എ ലയൺ ഓൾവേസ് എ ലയൺ എന്ന് പറയുന്ന പോലെ പഴയ ആ സ്കിൽസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് പ്രായമായി എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. കുറച്ച് അതിൻ്റെതായുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നാലും യമൻ പുലിയാണ് കേട്ടാന്ന് പറയുന്ന പോലെ പഴയ മിഷൻസ് ഒക്കെ ചെയ്ത അതേ ഗാന്ധി തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഗ്രേറ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ഒരു സംഭവം. അപ്പൊ അതില് ഒരു വെങ്കട് പ്രഭു ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇതിലെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ആർക്കും അങ്ങനെ അത്രയും അങ്ങോട്ട് ആ ഒരു ഹീറോയ്ക്ക് പ്രോമിനൻസ് കൊടുത്ത് പുള്ളിയുടെ പടങ്ങളിലൊന്നും ഉണ്ടാവില്ല. വെങ്കട് പ്രഭു ഗെയിമെന്നോ വെങ്കട് പ്രഭു പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളി ഇടാറ്. അപ്പൊ ഒരു വെങ്കട് പ്രഭു ഹീറോ എന്ന് പറഞ്ഞ് ഇതിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതിന് പേരും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പടത്തിൽ എന്തെങ്കിലും യുണീക്കായിട്ട് കാണും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ വേറൊരു സംഭവം ഇങ്ങനെയുള്ളത്, അതായത് ഗോട്ടിലെ ഇവരുടെ ഓരോ ടീം മെമ്പേഴ്സിന്റെ പേര്, ഇപ്പൊ ഗാന്ധി എന്നുള്ളതാണ് വിജയുടെ പേര്. അപ്പൊ ഗാന്ധിയുടെ ജി ഗോട്ട്. പിന്നെ ഇനി ആരൊക്കെയുള്ള OAT 3 ഇതുണ്ട്. അത് ഇവര് 3 പേരുടെ പേരുകളും ഓയും എയിലും ടിയിലും ആണെങ്കിൽ, അതായത് നമ്മുടെ എന്താണ് പേര്, പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ, ഇവരുടെ 3 പേരുകളും ഈ OAT ബാക്കിയുള്ള റിമൈനിങ് ലെറ്റേഴ്സിലാണെങ്കിൽ അതൊരു നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഈസ്റ്റർ ഒക്കെ ആയിരിക്കും. പക്ഷെ അത് വരുമോ എന്നുള്ളത് പടം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഉണ്ടെങ്കിൽ നന്നായിരുന്നു തന്നെ. കാര്യം ഗാന്ധി ഓൾറെഡി വന്നു. അപ്പം ഗോട്ടിലെ ഗാന്ധി ആണെങ്കിൽ ബാക്കി ഓയും എയും ടിയും ഇവർ 3 പേരുടെയും പേരുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ പൊളിക്കും. പക്ഷെ അങ്ങനെ വരത്തില്ലായിരിക്കും, വരുവാണെന്നല്ലായിരുന്നു. എന്താണേലും കൊള്ളാം. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തിയറികളെല്ലാം ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ഫോളോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും ഞാൻ കങ്കുവയുടെ ഒരു
തിയറി വീഡിയോ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ ഇതിലും കുറച്ചുകൂടെ കൂടുതൽ, പക്ഷെ അത് ഞാൻ ഓർത്തേ പുതിയ പ്രസന്റ് ടൈമിലുള്ള സൂര്യയുടെ ഇതൂടെ അടുത്ത ട്രെയിലറിൽ വരാൻ സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൂടെ കണ്ടിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻസും തിയറീസും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള തിയറി വീഡിയോകളിൽ ഇരുന്ന് വന്ന് തള്ളാനായിട്ട് ഞാൻ വരാം. മാർവലിന്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. സീക്രട്ട് വാർസിൽ നമ്മുടെ അണ്ണൻ റോബർട്ട് ഡൗണി ജൂനിയർ തിരിച്ചു വന്നിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുன்னாடி എന്തൊക്കെ വലിയ എപ്പി പോണോ അപ്പേ വന്നിട്ടാണ് സൊല്ല് എന്ന് പറയുന്ന പോലെ പഴയ കബാലി തിരിച്ച് പുതിയ രൂപത്തിൽ ഡോക്ടർ ഡൂമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്താലോ? രസമായിരിക്കും. മലയാളത്തിൽ അങ്ങനെ മാർവലിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കുറവാണ്. എനിക്കങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാണേലും നോക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, വണക്കം. സിസ്മി മിസ്റ്റർ ദിഗംബരൻ സൈനിങ് ഓഫ്. ബൈ.